Good morning, everyone. Welcome to our 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. വെൽക്കം ടു ദ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ഓഫ് 14th Jan 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ്, അതിലെ വൊക്കാബ്സ് എല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് വന്നിരിക്കുന്നത്, 2 ആർട്ടിക്കിൾസിൽ മെയിൻ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു വിടുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഫ്രേസൽ വേർബ്സ് ഇഡിയംസിലോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ അത് വൊക്കാബ്സ് ലൈക്ക് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു. സെന്റൻസ് കൺസ്ട്രക്ഷൻ നടത്തുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു അനാലിസിസ് ഓഫ് ദി ആർട്ടിക്കിൾ ഓഫ് ദി ഡേ. ഇന്നത്തെ ദിവസത്തെ ആർട്ടിക്കിൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്പോട്ട് ദ റിക്വസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഹോംവർക്ക് തരാറുണ്ട്. ആ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് തരും. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ ഉണ്ടാവും 9 AM to 10 AM. അപ്പോൾ എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ. നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടാൻ, റീഡിംഗ് സ്കിൽസ് കൂട്ടുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, വൊക്കാബ് എൻറിച്ച് ചെയ്യാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ സെഷൻ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. സോ വെൽക്കം അഗൈൻ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ലൈവിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഓഫർ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് എന്തായാലും ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിന് 6 months വാലിഡിറ്റി ഉള്ളത് 1 വർഷത്തേക്ക് ആയി കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് ടെസ്റ്റ് സീരീസോ മഹാപാക്കോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത എല്ലാ കോഴ്സുകൾക്കും 17% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കാം. എൻ്റെ Y314 Y314 എന്ന എൻ്റെ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന 17% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്ക് താമസിപ്പിക്കുന്നില്ല, തുടങ്ങാം. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ മിഷൻ 50 days പ്രിപ്പറേഷൻ ബാച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാച്ചാണ്. ഇപ്പം 3rd Jan തുടങ്ങിയതാണ്. 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകളാണ്. ഏറെക്കുറെ 5 മണിക്കൂറോളം നമ്മൾ ക്ലാസ് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് RRC ഗ്രൂപ്പ് ഡിയുടെ 50 day ക്രാഷ് കോഴ്സ്. 1.5 മണിക്കൂർ ക്ലാസ്സുകൾ 31-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് രാവിലെ 11:30 നമ്മൾ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള ഒന്നെങ്കിൽ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ ആപ്പിലൂടെ നിങ്ങൾ കയറിയാൽ അവിടെ നിങ്ങൾക്ക് പർച്ചേസ് കോഴ്സസ് കാണാം. അവിടെ ലൈവ് ക്ലാസ് നോക്കുക. അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ കോഴ്സ് കിടപ്പുണ്ടാവും. പർച്ചേസ് ചെയ്തവർക്ക് ആ കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം ലൈവായിട്ട് 11:30. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. സീ യു ഇൻ ക്ലാസ്. 2 സെഷൻസ് ആണോ, 11:30 to 12:30, 5 PM to 6 PM. ഓക്കെ, അപ്പോൾ 10th level പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Jan 10th VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LD പോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസം ആയിരിക്കും എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ബി വിത്ത് us, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ മെയിൻസിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോച്ചിങ് തുടങ്ങും. ഇനി താമസിപ്പിക്കേണ്ട. അതുകൊണ്ട് നമ്മുടെ കോഴ്സ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം നേരത്തെ. അപ്പോൾ സിലബസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. വാസ്റ്റാണ്, കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ KS നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഒബ്വിയസ്ലി. അതുകൊണ്ട് KSൻ്റെ കോച്ചിങ് നമ്മൾ നടത്തുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വിത്ത് മോർണിംഗ് കോട്ട്. ടെസ്റ്റ് സീരീസ് പാക്ക് എങ്ങനെ എടുക്കും? സെപ്പറേറ്റ് അല്ലേ? ഉണ്ട്. ടെസ്റ്റ് സീരീസ് പാക്ക് ഞാൻ ലിങ്ക് അയക്കാം ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ആഗ്ന അതെടുത്താൽ മതി. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. രണ്ടിടത്തും ഇത് അവൈലബിൾ ആണ് കേട്ടോ ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ് വേണ്ടെങ്കിൽ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ തന്നെ സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓരോത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ അഗ്ന ഓൾറെഡി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളല്ലേ? കോഴ്സ് പർച്ചേസ് ചെയ്ത ആൾ കാണെങ്കിൽ 200ൻ്റെ ഇതുണ്ട്, മറ്റേ Paytm ലിങ്ക് ഉണ്ട്. അതുവഴി പർച്ചേസ് ചെയ്യാം. അഗ്ന എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനത് എടുത്തു തരാം. അതായിരിക്കും നല്ലത്. കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ റിഡക്ഷൻ ഉണ്ട് പൈസയ്ക്ക്. 200 രൂപയുടെ ഒരു Paytm ലിങ്ക് ഉണ്ട്. 199ൻ്റെ ഒരു Paytm ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നത് മാത്രമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോട്ട്. ടേക്ക് ദ റിസ്ക് ഓർ ലൂസ് ദ ചാൻസ്. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ അല്ലേ? നമ്മളൊരു കാര്യം, ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കുവാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് മാത്രം ഇറങ്ങി തിരിച്ചാൽ മതി. ഇല്ലെങ്കിൽ യു വിൽ ലൂസ് ദ ചാൻസ്. വെറുതെ ചാൻസ് നഷ്ടപ്പെടും. അപ്പോൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ടേക്ക് ദ റിസ്ക് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ ചാൻസ് എടുക്കുക, എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും be ready to take the chance. Okay, take the risk. Okay, let's start.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസ് ഇന്ന് 2 ഉള്ളതിൽ ഒന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ നമ്മുടെ മോദിജി പോയി പഞ്ചാബ് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനെ പറ്റിയാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടോണാണ്, ഓവർ ടോൺ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളത് സമയം പോലെ ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് വൊക്കാബൊക്കെ ഉണ്ട് അതിൽ, അതുകൊണ്ട് വായിച്ചു വിടുക. പിന്നെ ഇന്നുള്ളത് നമ്മൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് അതിനെപ്പറ്റിയാണ് ആർട്ടിക്കിൾ. ആൻഡ് പുതിയ ചെയർപേഴ്സൺ വന്നു, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾ നമ്മളിന്ന് വായിക്കുന്നു. ആൻഡ് ഹൗ ഇസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് ഇത് സ്പേസ് റിസർച്ച് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യം തന്നെ നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാം, ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യേണ്ട കുറച്ച് അധികം ഉണ്ട്. കണ്ടോ, നമുക്ക് ഓൾറെഡി 8 ഉണ്ട്. അപ്പോൾ 8 എല്ലാവരും കൂടി ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് ബിഗ് ഡീൽ. അപ്പോൾ അത് വേണ്ട. സിനോണിംസ് മുതൽ നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്താൽ മതി. ഓക്കെ, ഐ ഗെസ് ദാറ്റ് റൈറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം, ടേക്ക് നോട്ട് ഓഫ് സംതിങ്. നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ടേക്ക് നോട്ട് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നോട്ട് ഇത് എടുക്കുക. നമ്മൾ എന്തിനാണ് നോട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയാം? ടേക്ക് നോട്ട് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യു ആർ പേയിങ് അറ്റൻഷൻ ടു സംതിങ് അല്ലേ? യു ആർ പേയിങ് അറ്റൻഷൻ, ശ്രദ്ധ അവിടേക്ക് ചെല്ലുക. എങ്കിൽ യു സേ ടേക്ക് നോട്ട് ഓഫ് സംതിങ് കേട്ടോ. അങ്ങനെ ശ്രദ്ധ അവിടേക്കൊന്ന് ശ്രദ്ധിച്ചേ എന്ന് പറയുവാണെങ്കിൽ ടേക്ക് നോട്ട് ഓഫ് സംതിങ് എന്ന് പറയാം. യു പേ അറ്റൻഷൻ ടു സംതിങ്. ഓക്കെ, അടുത്തത് പുട്ട് സംതിങ് ഓൺ ഹോൾഡ്. പുട്ട് സംതിങ് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം വേണ്ട, തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാം. ദാറ്റ് മീൻസ് യു ആർ ഡിലേയിങ് സംതിങ്. ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഡിലേ ചെയ്യണം, അല്ലെങ്കിൽ യു ആർ പോസ്റ്റ്പോൺ സംതിങ്. എങ്കിൽ യു സേ പുട്ട് സംതിങ് ഓൺ ഹോൾഡ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ഡിലേ ഓർ പോസ്റ്റ്പോൺ സംതിങ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്തത് പുട്ട് സംതിങ് ഇൻ ദ ഡോക്ക്. നിങ്ങൾക്കറിയാം ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഡോക്ക് എന്താ? സോമനാഥ്, യെസ് യെസ് യെസ്. ഓക്കെ, എന്താണ് ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോക്ക്. അപ്പോൾ പുട്ട് സംതിങ് ഇൻ ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബ്ജക്ട് സംതിങ് ഓർ സംബഡി പുട്ട് സംബഡി ഇൻ ദ ഡോക്ക്, സോറി, സംബഡി ഇൻ ഇന്റൻസ് സ്ക്രൂട്ടിനി ഓർ എക്സാമിനേഷൻ അല്ലേ? സ്ക്രൂട്ടിനിയുടെ വേറൊരു അർത്ഥമാണ് ഓർ എക്സാമിനേഷൻ അല്ലേ? ഒരു എക്സാമിനേഷന് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരാളെ വിധേയനാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന ഒരു ഇഡിയമാണ് പുട്ട് സംബഡി ഇൻ ദ ഡോക്ക് എന്നുള്ള അർത്ഥം. ഓർത്ത് വെച്ചോണേ, പുട്ട് സംബഡി ഇൻ ദ ഡോക്ക് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് സംബഡി, അതായത് വിധേയമാക്കുക എന്നാണ് സബ്ജക്ട് എന്നർത്ഥം കേട്ടോ. സബ്ജക്ട് സംബഡി ടു ഇന്റൻസ് സ്ക്രൂട്ടിനി, അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട അഗ്നിപരീക്ഷ എന്നൊക്കെ പറയില്ല, അതുപോലെലേക്ക് പോവുകയാണെങ്കിൽ അയാളെ അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പുട്ട് സംബഡി ഇൻ ദ ഡോക്ക് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഡോക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ മേൽഭാഗമാണോ ഡോക്ക്? അല്ലെങ്കിൽ ഹാർബർ എന്ന് പറയാം. ഡോക്ക് ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഡോക്ക് അത് പറയാം. ഓക്കെ, ഹാർബർ എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. ഓൾ റൈറ്റ്, ക്ലിയർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ടേക്ക് ഓവർ. ടേക്ക് ഓവർ മീൻസ് ബിഗിൻ ടു ഹാവ് കൺട്രോൾ ഓഫ് സംതിങ് അല്ലേ? ഇന്നയാൾ ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സോ ക്യാപ്റ്റൻസി വാസ് ടേക്കൺ ഓവർ ബൈ ഇന്നയാൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് അല്ലെ കൺട്രോൾ ഏറ്റെടുത്തേക്കുന്ന ആരാണ്? ഇന്നയാളാണ് അല്ലേ? ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓവർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് കൈമാറ്റം ചെയ്യുന്ന സംഭവത്തിനാണ് ടേക്ക് ഓവർ എന്ന്. ടേക്ക് ഓവർ ഓഫ് പവർ അല്ലേ? പവർ വാസ് ടേക്കൺ ഓവർ ബൈ, അല്ലെങ്കിൽ കൺട്രോൾ വാസ് ടേക്കൺ ഓവർ ബൈ, അങ്ങനെ പറയാം. ലീഡർഷിപ്പ് വാസ് ടേക്കൺ ഓവർ ബൈ അല്ലേ എന്നൊക്കെ പറയാം. സോ അടുത്താണ് ക്യാരി ഔട്ട്. ക്യാരി ഔട്ട് സംതിങ്, കണ്ടക്ട് സംതിങ് ഓർ പെർഫോം സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുക, അതിനെയാണ് ക്യാരി ഔട്ട് എന്ന് പറയാം അല്ലേ? ക്യാരി ഔട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഒരു കാര്യം നടപ്പിലാക്കുക അല്ലേ? കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നൊക്കെയാണ് ക്യാരി ഔട്ട് എന്ന വാക്കിൻ്റെ മീനിങ്. അടുത്ത ഇഡിയമാണ് അപ് ടു സ്പീഡ്. അപ് ടു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഓൺ എ സിറ്റുവേഷൻ. അപ് ടു സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെക്കാളും ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇൻഫർമേഷൻ ഒരു കാര്യത്തോട് ഒരു സിറ്റുവേഷനെ പറ്റി നമുക്കുണ്ടെങ്കിൽ യു ഗോട്ട് അപ് ടു സ്പീഡ് എന്ന് നമുക്ക് പറയാം. ഗെറ്റ് അപ് ടു സ്പീഡ്, യു ഗോട്ട് അപ് ടു സ്പീഡ്, നീ ഓക്കെയാണ്, യു ഗെറ്റ് അപ് ടു സ്പീഡ്, നിനക്കുണ്ട്, യു നോ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്, യു നോ ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് എന്നുള്ള അർത്ഥമാണ് അപ് ടു സ്പീഡ് എന്ന മീനിങ്. ഓക്കെ, അടുത്ത് നോക്കാം, പുട്ട് സംബഡി ഓർ സംതിങ് ടു ടെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യുക. പുട്ട് സംബഡി ഓർ സംതിങ് ടു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇവാലുവേറ്റ് സംതിങ്, അതായത് ഫൈൻഡ് ഔട്ട് ഹൗ ഗുഡ് സംതിങ് ഓർ സംബഡി ഈസ്. എത്ര നല്ല ഇതാണ്, എത്രത്തോളം നല്ലവനാണ്, ഓർ എത്രത്തോളം ഉണ്ട്, കഴിവുണ്ട്. ഒരാളെ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് എന്ത് ചെയ്യുകയാണ്, നോക്കുവാണ് നമ്മൾ ഇത് നോക്കുക, എന്താ പറയുക, പരീക്ഷണം ഇതാക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് പരീക്ഷിച്ച് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇവാലുവേറ്റ് ചെയ്യുക, അതിനെയാണ്
നമ്മൾ പുട്ട് സംബഡി ഓർ സംതിങ് എന്ന് പറയുക, ടു ടെസ്റ്റ് എന്ന് പറയുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ മറന്നുപോണ്ട, ടേക്ക് നോട്ട് ഓഫ് സംതിങ്, പേ അറ്റൻഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഇന്നാൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്ത വാക്കുകൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. ടേക്ക് ഓവർ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ക്യാരി ഔട്ട് ഡിസ്കസ് ചെയ്ത വാക്കാണ് നേരത്തെ. പിന്നെ പുട്ട് സംബഡി ടു ടെസ്റ്റ് എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആണ്, നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ്. പരീക്ഷിക്കുക അല്ലെങ്കിൽ പരീക്ഷിക്കുകയല്ല, ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ. കറക്റ്റ് ഫോർ ഗുഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഫൈൻഡ് ഔട്ട് ഹൗ ഗുഡ് സംബഡി ഓർ സംതിങ് ഈസ്, അതാണ്. പിന്നെ അപ് ടു സ്പീഡ്, ഹാവിങ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഓൺ എ സിറ്റുവേഷൻ ആണ്. പിന്നെ പുട്ട് സംബഡി ഇൻ ദ ഡോക്ക്, ഇപ്പോൾ പറഞ്ഞ പോലെ സ്ക്രൂട്ടിനിക്ക് വിധേയമാകുക അല്ലെങ്കിൽ എക്സാമിനേഷന് വിധേയമാകുക, ഇൻറ്റൻസ് ആയിട്ടുള്ള കേട്ടോ, കുറച്ച് കൂടിയ രീതിയിലാണ്. പിന്നെ പുട്ട് സംതിങ് ഓൺ ഹോൾഡ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. സോ ബാക്കി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുതിയതായിട്ടുള്ളത് ആകെ നമുക്കുള്ളത് 3. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, നോട്ട് ചെയ്തോളാം കേട്ടോ, ഇത് നോട്ട് ചെയ്തോളാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് അജിത്ത്, ഷിപ്പിൻ്റെ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഡെക്കാണ്. യെസ്, ഷിപ്പിന് ഡോക്ക് എന്ന് പറഞ്ഞാൽ ഹാർബറാണ്. അതെ, ഡോക്ക് എന്ന് പറഞ്ഞാൽ ഹാർബർ, നമ്മൾ തുറമുഖം എന്നൊക്കെ പറയില്ലേ, അതാണ് ഹാർബർ. ഹാർബറിനെയാണ് ഡോക്ക് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഷിപ്പിൻ്റെ മോൾ ഭാഗമാണ്. ഷിപ്പിലുള്ള നമ്മൾ ആ ഷിപ്പിൻ്റെ ഭാഗമല്ലേ ഡെക്ക്. ഡെക്കിൽ ആരുണ്ടാവും? ക്യാപ്റ്റൻ ഈസ് ഓൺ ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ, ക്യാപ്റ്റൻ ഈസ് ഓൺ ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ മോൾ ഭാഗത്തായിട്ട്, ആ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള ആളെ ക്യാപ്റ്റൻ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്, അതാണ്. യെസ്, ഉണ്ട്, അപ് ടു ഉണ്ട്, രണ്ട് ആണ് അരുൺ. യെസ്, ഉണ്ട് കേട്ടോ. യെസ്, ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് എല്ലാവരും പറഞ്ഞിരുന്നു, നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മൾ സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മുതലാണ് നമ്മൾ സെനൻസ് മേക്ക് ചെയ്യുക, കാരണം കുറച്ചധികം ഉള്ളതുകൊണ്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സിനോണിം ഓഫ് ടുഡേ, റിസ്ട്രെയിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിസ്ട്രെയിൻ ഇതുപോലെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. റിസ്ട്രെയിൻ വേർബാണ്, എന്നാൽ റിസ്ട്രെയിൻറ്റ് നൗണാണ്. ഓർമ്മിക്കുന്നുണ്ടോ? നമ്മളിത് പറഞ്ഞ റിസ്ട്രെയിൻറ്റ് നൗണാണ്. അതുപോലെ കംപ്ലെയിൻ വേർബാണ്, കംപ്ലെയിൻറ്റ് നൗണാണ് എന്ന് പറഞ്ഞു. സോ റിസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഓർ കൺട്രോൾ, ഹിൻഡർ ഓർ ഹാമ്പർ. കൺട്രോൾ ചെയ്യുക, ഹാമ്പർ ചെയ്യുക, ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുത്തുക, പ്രിവെൻറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് റിസ്ട്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വളരെ കോമൺ ആയ വാക്ക്, എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് അല്ലേ. പിന്നെ ലാപ്സ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വാക്കാണ്, വേർബാണ്, നൗണുമാണ്. ലാപ്സ് മീൻസ് ഫെയിലിയർ, സ്ലിപ്പ്, എറർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ലാപ്സിന് പറഞ്ഞാൽ ഇൻ്റർവെൽ, ഒരു ബ്രേക്ക്, ഒരു പോസ് എന്നൊക്കെ ലാപ്സിന് അർത്ഥമുണ്ട്. അതുപോലെ ലാപ്സ് എന്ന വേർബ് വരുമ്പോൾ അതിന് അർത്ഥം എക്സ്പയർ. ലാപ്സായി എന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ആയി അല്ലേ, എക്സ്പയർഡ്. മൈ ഫോൺ ഇത് എക്സ്പയർഡ് എന്ന് പറയത്തില്ലേ, മൈ ഫോൺ ബിൽ വാസ് എക്സ്പയർഡ് അങ്ങനെ പറയാം, ലാപ്സായി എന്നൊക്കെ പറയാം. അതുപോലെ ലാപ്സായി എന്ന് പറയാം, ഡിക്ലൈൻ എന്ന് പറയാം. സോ അതിൻ്റെ അർത്ഥം വേർബായിട്ട് വരുമ്പോൾ ഡിക്ലൈൻ, എക്സ്പയർ എന്നാണ്. ലാപ്സ് എന്ന് പറയുന്നത് നൗണായിട്ട് വരുമ്പോൾ യു ക്യാൻ യൂസ് രണ്ട് മീനിങ്, ഇൻ്റർവെൽ അല്ലെങ്കിൽ പോസ് എന്നൊക്കെ, ബ്രേക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫെയിലിയർ, സ്ലിപ്പ്, എറർ എന്നൊക്കെ പറയാം കേട്ടോ. ആൻഡ് അടുത്ത വാക്കാണ് കോൺവോയ്. നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് കൺവോയ് എന്നും പറയാം കേട്ടോ. അപ്പോൾ കോൺവോയ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഫ്ലീറ്റ്, കവൽക്കേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കോൺവോയ് എന്നുള്ള വാക്ക്. ഒരു 1.5 മാസം എന്തായാലും ആയി കോൺവോയ് എന്ന വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം നൗണായിട്ട്, ഫ്ലീറ്റ്, കവൽക്കേഡ് എന്നൊക്കെയാണ് നൗണായിട്ട് അർത്ഥം. ഗ്രൂപ്പ് തന്നെയല്ല 3ന്റെ അർത്ഥം കേട്ടോ. എന്നാൽ വേർബായിട്ട് ഇറ്റ്സ് കൺവോയ് എന്ന് പറയുമ്പോൾ എസ്കോർട്ട് ചെയ്യുക, അക്കമ്പനി ചെയ്യുക. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്, കൂടെ പോവുക, അത് തന്നെയല്ലേ എസ്കോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അക്കമ്പനി ചെയ്യുക. അപ്പോൾ കൺവോയ് എന്ന് പറഞ്ഞാൽ വേർബായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എസ്കോർട്ട് ചെയ്യുക, അക്കമ്പനി ചെയ്യുക എന്നൊക്കെയാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തതാണ് സ്റ്റാൻഡേർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് അഡ്ജക്റ്റീവും ഉണ്ട്, വേർബും ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ആക്കുക എന്നൊക്കെ ഉള്ളത് വേർബും ഉണ്ട്, അഡ്ജക്റ്റീവും ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഹെൽപ്ലെസ് അഡ്ജക്റ്റീവായിട്ട്, ഫോർസേക്കൺ എന്നൊക്കെ അർത്ഥം. ഹെൽപ്ലെസ് ആണ്, നിസ്സഹായതാണ്, ഒന്നും ചെയ്യാൻ അറിയത്തില്ല, അവിടെ പെട്ടുപോയി അവസ്ഥയാണ്. സോ വേറെ എണ്ണം നമ്മുടെ വേർബായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം അബാൻഡൻഡ് ആയി, ഡെസേർട്ടഡ് ആയി, ഒറ്റപ്പെട്ടുപോയി, പെട്ടുപോയി, അല്ലെങ്കിൽ അബാൻഡൻഡ് ആയി, ഒറ്റപ്പെട്ടുപോയി, വീണ്ടും അല്ലേ, സ്റ്റക്കായി പോയി എന്നൊക്കെ പറയാം നമുക്ക്. സ്റ്റാൻഡേർഡ് എന്ന വേർബും അഡ്ജക്റ്റീവും ഉണ്ട്, ഓർത്ത് വെച്ചോണം. 2 രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. യെസ്, അടുത്ത് നോക്കി, കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും V3 ഫോർമുലേഷനുള്ള എല്ലാത്തിനെയും തന്നെ നമുക്ക് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നോർമലി മോസ്റ്റ്ലി എല്ലാത്തിനെയും തന്നെ. അടുത്ത വാക്ക് പാർട്ടിസാൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്ക് തന്നെയാണ് പാർട്ടിസാൻ. നൗണായിട്ട് ഉപയോഗിക്കും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. പാർട്ടിസാൻ എന്ന് പറഞ്ഞാൽ നൗണായിട്ട് സപ്പോർട്ടർ, ഫോളോവർ, അഡറൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ
അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ബയസ്ഡ് ആണ്, വൺ സൈഡഡ് അല്ലേ, ബയസ്ഡ് ആണ്, പ്രെജുഡിസ്ഡ് ആണ്, വൺ സൈഡഡ് ആണ് എന്നൊക്കെ പറയാം. പ്രെജുഡിസ്ഡ്, വൺ സൈഡഡ് എന്ന് പറയാം അല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞ വൺ സൈഡഡ് ഒക്കെ പോലെ. ഓക്കെ, യൂണിലാറ്ററൽ എന്നൊക്കെ പറയില്ലേ, അതാണ് പാർട്ടിസൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സപ്പോർട്ടർ, ഫോളോവർ, അഡ്ഹറൻറ്റ് എന്നൊരർത്ഥമുണ്ട്. അതുകൂടാതെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രജുഡിസ്ഡ് ആണ്, ഒരു സൈഡിലോട്ടൊരു നമുക്കൊരു മുൻവിധിയോടെ കാണുന്ന ഒരു കാര്യം, ബയസ്ഡ് ആണ്, വൺ സൈഡഡ് ആണ് എന്നൊക്കെ പറയാം കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, യെസ്, നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ശ്രീ. Punjab CM was sorry for PM's insecurity lapse. Okay, we should take note of the recent political scenario to sell out the central government owned properties alle udeshithu. Okay, father convoyed when she was going to college. Okay, convoyed her. Okay, the act is cumulative only and does not take away or restrain any punishment prescribed by ecclesiastical law. Okay, ecclesiastical law. Yeah. Okay. എല്ലാ വേർഡോട് ഉപയോഗിച്ചിട്ടുണ്ട്. Prescribed. Okay. Great. Many people were stranded abroad during the lockdown. Yes. Hi, Suvarna. I told the shopkeeper that the product has lapsed and it's high time for him to put it aside. It's high time for him എന്ന് പറയില്ല. It's high time to put it aside എന്ന്, for him എന്ന് പറയണ്ട. ഓക്കെ, ഫോർ ഹിം അവിടെ ആവശ്യമില്ല കേട്ടോ. ടു പുട്ട് ഇറ്റ് അസൈഡ് കറക്റ്റാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ടു ഇൻഫിനിറ്റ് ഉപയോഗിക്കാം. ഇറ്റ്സ് ടൈം, ഹൈ ടൈം ടു പുട്ട് ഇറ്റ് അസൈഡ് അത് മതി. കാരണം ടോൾഡ് ഹിം, ഷോപ്പ് കീപ്പർ ഓൾറെഡി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടാണ് പറയുന്നതെന്ന് ഓൾറെഡി ഇവിടെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഫോർ ഹിം എന്നുള്ളത് വേണ്ട കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. A new panel committee comes up with an inquiry in a week of lapse of PM security in Punjab. Yes. Dr. Kalam is an up-to-speed person. ഇല്ല, അപ് ടു സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ഉപയോഗിക്കില്ല നമ്മൾ കേട്ടോ, ശ്രദ്ധിക്കണേ സുവർണ. ബ്രൈഡ് വാസ്, നിങ്ങൾ സിനണിംസ് നോക്കിക്കേ, ഗിവ് മീ സെന്റൻസസ് ഓഫ് സിനണിംസ് കേട്ടോ. ഓക്കെ, ബ്രൈഡ് വാസ് കൺവോയ്ഡ് വിത്ത് ബ്രൈഡ് ഗേൾസ്. ഓക്കെ, ഹിസ് ആറ്റിറ്റ്യൂഡ് റിസ്ട്രെയിൻ ഹർ ഫ്രം പ്രൊസീഡിങ്. ഓക്കെ, ഇൻസെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയാം. സെക്യൂരിറ്റി ലാബ്സ് എന്ന് നമ്മൾ പറയും. ഇൻസെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഇൻസെക്യൂരിറ്റി ഫെയിലിയർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് സെക്യൂരിറ്റി ലാബ്സ് ആണ് നമ്മൾ പറയുക. ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ മീനിങ് വേറെ അല്ലേ. ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, അൺഈസിനെസ് ആണ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ തെറ്റൊന്നുമില്ല, ബട്ട് മനസ്സിലായോ, ഒരു മീനിങ് അതിനൊരു ഇത് വരും, ഒരു തെറ്റ് വരും, അതാണ് പ്രശ്നമുള്ളൂ. മൈ 2-wheeler ഇൻഷുറൻസ് ഗോട്ട് ലാപ്സ് യെസ്റ്റർഡേ. ഓക്കെ, nowadays there is hyphen stranded relationship. Okay, she was stranded when I find her in the middle of the city. Okay, the convoys restrained us from joining the party. Okay, I got stranded when my partisan in the office. Oh, Pravina. Okay, my best friend told me that she will never forsake me. Okay, and will always support me in my good and bad times. Okay, we should restrain ourselves from thinking negative thoughts. From thinking negative thoughts എന്ന് വേണ്ടല്ലോ ശ്രുതി, from negative thoughts മതി കേട്ടോ. We should restrain ourselves from thinking negative thoughts വേണം, തിങ്കിങ് കട്ട് ചെയ്യാം. ഫ്രം നെഗറ്റീവ് തോട്ട് മതി. ഡു നോട്ട് റിസ്ട്രെയിൻ യുവർ സെൽഫ് ഫ്രം ടേക്കിംഗ് റിസ്ക്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളാം കേട്ടോ, ഈ സെൻറ്റൻസുകളൊക്കെ ഓർത്ത് വെച്ചോളാം. മൂവിങ് ടു നെക്സ്റ്റ് വൺ, അടുത്ത് നോക്കാം. ക്വയറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്വയറ്റുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, എന്നാൽ ക്വയറ്റുമായിട്ട് ചെറുതായിട്ട് ബന്ധമുണ്ട് എന്ന് വേണേൽ പറയാം. ക്വയറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഡെത്ത് ഓർ ഡിസീസ്. ഡിസീസ് അറിയാലോ, ഡിസീസും തമ്മിൽ തെറ്റിപ്പോരുത്. ഈ ഡിസീസ് സി ആണ്. മറ്റൊരു ഡിസീസ് നിങ്ങൾക്ക് അറിയാം, ഡിസീസ് രോഗം അല്ലേ. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൽനെസ്, രോഗം, അതും നൗണാണ്. ഈ ഡിസീസ് എന്ന് പറഞ്ഞാലും നൗണും ആണ്, വേർബുമായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഓക്കെ, ഡിസീസ്ഡ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മരിച്ച ആൾ എന്ന് പറയില്ല, അതാണ്. പിന്നെ എൻഡ് ഓർ ഡിസൊല്യൂഷൻ, അവസാനം എന്നാണ് ക്വയറ്റസ് എന്ന വാക്കിൻ്റെ അവസാനം. ഡെത്ത്, ഡിസീസ്, എൻഡ്, ഡെസൊല്യൂഷൻ എന്നൊക്കെയാണ് ക്വയറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് സ്റ്റിയർ. ഞാൻ എനിക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കൺഫ്യൂസിങ് വേർബ്സിൻ്റെ ഇതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തരാറുണ്ട് സ്റ്റിയർ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്റ്റിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ഗൈഡ്, വേർബാണേ. പിന്നെ സ്റ്റിയർ നമുക്ക് പറയാം, വീലിൻ്റെ സ്റ്റിയർ എന്നൊക്കെ പറയില്ലേ, അത് പറയാം, കുഴപ്പമില്ല, നൗണായിട്ട് പറയാം. പക്ഷെ അതല്ല ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് ആ വേർഡ് എടുത്ത് പറയാത്തത്.
സ്റ്റിയർ എന്ന് പറയുന്ന വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഗൈഡ് ചെയ്യുക, ഡിറക്റ്റ് ചെയ്യുക, മനൂവർ, ഡിറക്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ വേറെ അർത്ഥമുണ്ട്, നാവിഗേറ്റ് ചെയ്യുക. ഷിപ്പൊക്കെ നമ്മൾ നാവിഗേറ്റ് ചെയ്യാന്ന് പറയില്ലേ, സോ നാവിഗേറ്റ് ചെയ്യുക. ഹെൽം, ഹെൽമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരു ഷിപ്പ് എന്താണ്, ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക, ഡ്രൈവ് ചെയ്യല്ലേ, ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ പറയുന്നവരാണ് ഹെൽം എന്ന് പറയും. അതിൻ്റെ എന്താ ഷിപ്പ് ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ബോട്ട് ഓടിക്കുന്ന ആൾ നമ്മൾ പറയും ഹെൽംസ്മാൻ എന്ന് പറയും അല്ലേ. തുഴയുക എന്നൊരർത്ഥമാണ് പറയുന്നത്. തുഴയുക അല്ലെങ്കിൽ റോ അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റേ ഒരു വണ്ടി ഓടിക്കുക എന്ന് പറയും, നമ്മൾ കാർ ഓടിക്കുക എന്ന് പറയും. പക്ഷേ ഷിപ്പ് നമ്മൾ സ്റ്റിയർ ചെയ്യുക, ഹെൽം ചെയ്യുക എന്നൊക്കെ പറയുള്ളൂ. ഷിപ്പ് ആൻഡ് ബോട്ട് സ്റ്റിയർ ആൻഡ് ഹെൽം എന്നേ പറയത്തുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, ഓർത്ത് വെച്ചത്. ഡിറക്റ്റ്, ഗൈഡ്, മനൂവർ, നാവിഗേറ്റ്, ഹെൽം, അതാണ് സ്റ്റിയർ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ. അടുത്ത വാക്കാണ് റിസെൻറ്റ്മെൻറ്റ്. റിസെൻറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും, നൗണാണ്. ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ, പീഗ് എന്നൊക്കെയാണ്. റിസെൻറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ ഒരു വെറുപ്പൊക്കെ എന്ന് പറയില്ലേ, വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് അതിയായ നമുക്കൊരു അകൽച്ച തോന്നുക, ഇറിറ്റേഷൻ തോന്നുക എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ക്യാൻ സേ റിസെൻറ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, റിസെൻറ്റ്മെൻറ്റ് എന്ന വാക്ക് ഓർത്ത് വെച്ചോളാം. പീഗ് എന്നൊക്കെ അതിൻ്റെ സിനോണിമാണ്. അടുത്ത വാക്ക് ഈസ് ഡിസ്ക്വയറ്റിംഗ്. ഡിസ്ക്വയറ്റിംഗ്, ഡിസ്ക്വയറ്റ് എന്ന് പറയുന്നത് നൗണാണേ, ഓർത്തോണേ. ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നൗണായിട്ട് ഡിസ്ക്വയറ്റ്. പക്ഷേ ഡിസ്ക്വയറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്വയറ്റിംഗ് എന്ന് പറഞ്ഞാൽ അണീസി. ഇപ്പോൾ ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അണീസി, അണീസ് എന്നാ പറയുക, അണീസ് അല്ലെങ്കിൽ അണീസിനെസ് എന്നൊക്കെ പറയില്ലേ, അത്. ഓക്കെ, അപ്പോൾ ഡിസ്ക്വയറ്റിംഗ് എന്ന് പറഞ്ഞാൽ അണീസി, അഡ്ജക്റ്റീവാണ്. വറിയിങ്, വറി എന്നുള്ള നൗണിൻ്റെ വറിയിങ്. ആൻസൈറ്റി എന്ന നൗണിൻ്റെ ആൻഷ്യസ്, ഓർ അപ്സെറ്റ് എന്നുള്ളതിൻ്റെ നൗണിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അപ്സെറ്റിംഗ്. ഓർത്ത് വെച്ചോളാം. അണീസി, വറിയിങ്, ആൻഷ്യസ്, അപ്സെറ്റിംഗ്. ഡിസ്ക്വയറ്റ് എന്ന നൗണാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ മാറും. അണീസ് അല്ലെങ്കിൽ അണീസിനെസ്, വറി, ആൻഷ്യസ്, ആൻസൈറ്റി, സോറി ആൻഷ്യസ് അല്ല, ആൻസൈറ്റി, അപ്സെറ്റ് എന്നൊക്കെ നൗൺ വരും. ഡിസ്ക്വയറ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്വയറ്റ്. ഡിസ്ക്വയറ്റിംഗ് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നൗൺ ഫോർമുലേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു റിമെമ്പർ. ഓക്കെ, അടുത്താണ് ഗാർണർ. ഗാർണർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, വേർബാണ്. അക്യുമുലേറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക. കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക, അതിനാണ് ഗാർണർ എന്ന വാക്ക് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, യാ, ലെറ്റ് മീ സീ. My policy was lapsed yesterday. Okay. The public traffic was stranded on the road as there were restrained from moving forward in order to avoid any lapse in the security for PM's convoy. PM in the apostrophe ആണ് Anne-Marie. He's a staunch partisan of Gandhiji. Okay. I will promise you that he's a staunch എന്ന് പറയുമ്പോൾ തന്നെ സപ്പോർട്ട്, ഡിവോട്ടി എന്ന രീതിയിൽ അർത്ഥം വരും. ഡിവോട്ടഡ് എന്ന് വരും. കുഴപ്പമില്ല, കറക്റ്റാണ്. ഐ വിൽ പ്രോമിസ് യു ദാറ്റ് ഐ നെവർ റൺ ഓഫ് ആൻഡ് ലീവ് യു സ്റ്റാൻഡേർഡ്. ഓക്കെ, ഐ ഗോട്ട് സ്റ്റാൻഡേർഡ് വെൻ മൈ പാർട്ടിസൺ ഇൻ മൈ ഓഫീസ് ഡിഡ് നോട്ട് convoy me for the heavy work. Okay, I'm a partisan of feminism. Okay, kids are restrained from going outside in the view of prevailing Omicron variant. Okay, the convoy restrained from digesting the lapse state seem to be stranded and in need of strong partisans. Classes in the institution lapsed due to pandemic. Yes, please refrain from copying the text without my permission. The stranded convoy was awaiting for the arrival of a superhero to restrain the evil spirit. Okay, there are many partisans for celebrities. Yes, Ram was stranded by his father when he was young as he found it difficult to look after him. Okay, her dog always cheers her to cross the road. Okay, great. Prithviraj plays Najib's character of Benjamin's നോവൽ ആടുജീവിതം. നോവലിൻ്റെ ഒക്കെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണേ, മറക്കരുത്. ഹു ഗോട്ട് സ്റ്റാൻഡേർഡ് ഇൻ എ ഡെസേർട്ട്. ഓക്കെ, യെസ്. Quietus of Gandhiji, okay, was a shock for entire nation and felt a loss of cheer. Okay, the Prime Minister's convoy was stranded in the outskirts of Punjab, which restrained him to continue his journey. Okay, Quietus of Puneet Rajkumar left the whole Karnataka in a mourn. Okay, yes. The security lapse happened in Punjab is really disquieting. Okay, a wave of anger came out of nowhere, surging through her veins and washing the resentment to the surface of her consciousness. Her disquieting behavior always steers her to problems. Okay, the untimely quietus of her father leads to her early marriage. Okay, disquieting behavior of my friend made me angry. Steer yourself to the best. Great.
Government garnered wheat for the future due to flood. Okay. Garnering of people is a disquieting situation in the pandemic tenure. Garnering of people, collecting of people, or assembling of people. That's what you said. Okay, clear. Okay. Teachers help students to steer about their future. Steer about parayilla. Steer their future endeavors madi. Guide their future endeavors madi. Or direct their the madi. Rajya Sabha cannot be quieted. Quieted. Quiet idula illilla. Avada quiet and the verb allalo. Quiet and the varina endartham. Give me some quiet. Quiet adjective ആയിട്ട് ഉപയോഗിക്കാം. Quiet എന്നുള്ള adjective ആയിട്ട് ഉപയോഗിക്കാം. And quiet എന്ന് പറയുന്നത് noun ആയിട്ട് ഉപയോഗിക്കാം. It cannot be used as a verb. കേട്ടോ? She is always steer me alla. Shruti, she always steers me. She always steers me to the right direction. People garner against ongoing KRL project which is being imposed by the state government. Okay. He got stranded when he heard the disquieting news. Raju's family had an utter resentment towards the neighbors. Neighbors spelling BOURS ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ലാവണി എഴുതിയിരിക്കുന്നത് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്. നമുക്ക് വേണ്ടത് ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണ്. അവർക്ക് യു ഇല്ല ഒന്നിലും. The quietness of my dog is shocking. Okay. Don't allow your resentments to disquiet you. Okay. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ക്വൈറ്റ് എന്ന് പറയുന്നത് തെറ്റല്ലേ ആണ്. കാര്യം ആരും ഇവിടെ ഡിസ്ക്വൈറ്റ് ഉപയോഗിച്ചിരുന്ന വേർബായിട്ട്. ഡിസ്ക്വൈറ്റ് വേർബ് അല്ല. ഞാൻ പറയും ഡിസ്ക്വൈറ്റ് ഇസ് നൗൺ. അപ്പോൾ അത് തെറ്റാ. ഓക്കെ. Resentments to silence you. That's correct. Okay. Yeah. The sight of stranded Rohingyas is an evidence വരുമോ PVP? ആരാണോ PVP? എവിഡൻസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഒരിക്കലും എ ഓർ ആൻ ഇട്ട് കൊടുക്കില്ല. എവിഡൻസ് അൺകൗണ്ടബിൾ നൗണാണ്. അത് സിംഗുലർ ആയിരിക്കണം. നിർബന്ധമായിട്ടും അത് സിംഗുലർ ആയിരിക്കും. ആൻഡ് കൗണ്ടബിൾ അല്ല അത് കൗണ്ടബിൾ അല്ല. അതുകൊണ്ട് കൗണ്ടബിൾ അല്ലാത്തതുകൊണ്ട് ആൻ എവിഡൻസ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ആ പീസ് ഓഫ് എവിഡൻസ് പറഞ്ഞു. ദാറ്റ്സ് റൈറ്റ്. കേട്ടോ? ശ്രദ്ധിക്കണം കേട്ടോ അതൊന്ന്. യെസ്റ്റർഡേ എ ഗാർണർ ഓഫ് പോലീസ് വാസ് സീൻ അറ്റ് ആക്ടർ ദിലീപ്സ് ഹോം. അവിടെ തെറ്റാണല്ലോ. ഗാർണർ എന്ന് പറയുന്നത് വെർബ, ഇറ്റ്സ് നോട്ട് നൗൺ. അപ്പോൾ ഗാർണർ ഓഫ് പോലീസ് എന്ന് പറയില്ല കേട്ടോ നീതു. ഓക്കെ, ഐ ഗെസ് അത് ക്ലിയർ ആയെന്ന്. We have to garner information from various sources to succeed in competitive exams. Yes, we have to. Don't worry, I'll steer you in the performance. Great. The sudden quietus of his parents leads him to the cusp of depression. Great. The company's action was disquieting for employees. Okay. She was disquieting or disquiet nauna. She was worry allalo. Use it that. She was in disquiet about the decision by her father on her studies. Decision is spelling DE. Decision is spelling in the CISION. So, and in order to attain good marks in the upcoming HC exam, we should garner a lot of information. Okay. My mother always steers me to achieve my ambitions. Great. One of the ways to improve our language is to read Hindu daily for garnering vocab. Yes. Resentment of life makes us wise. The sudden quietus of his friend made him disquieting, and it took a long time to steer the life properly and garner himself. Properly spelling is disquieting mother of wrong doing children is common in every family. Okay, all right. Yes, type on. It's okay then. In childhood, I was very interested in garnering stamps and coins. Answer. Off venda. The evolving evidences. Reshma, evidences illa singular. Collect. This is the uncountable noun. Evidence. Appa evidences varilla. Singular item maatra ubhayikkullu. Indodu singular verb varathullu ട്ടോ. ശ്രദ്ധിക്കണേ. Students find disquieting before exams. Okay. The sudden quietus of Rahul's father created a vacuum in his family. Okay. The quietus of Bipin Rawat garnered disquieting approach from all over India. Okay. The defection of leaders from BJP in UP is disquieting the BJP leadership. Disquieting എന്ന് പറയുന്ന അവിടെ verb ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബില. Verb ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല disquieting. Adjective formulation മാത്രമേ disquieting ഉള്ളൂ. And disquiet എന്ന് പറയുന്ന noun മാത്രമാണ് വീണ്ടും. Okay. Garners as much as information so that the test becomes easier. Okay.
The students garner all the available information as part of the case study given to them. Okay. The Intelligence Bureau garnered all possible evidence against him so that he might not escape from the punishment. Her quietus is suspicious. Okay. Government's decision regarding the Silver Line project made a resentment in the opposition party. Okay. Resentment in his words made me angry. Quietus of her dad made them disquieted. വീണ്ടും disquieted യൂസേജ് തെറ്റിയില്ലേ? മെയ്ഡ് ദം ഇൻ ഡിസ്ക്വൈറ്റ് എന്ന് കൊടുത്തു. ഹി ഗാർണഡ് ആസ് മച്ച് മണി ആസ് ഹി കുഡ് ടു സേവ് എന്ന് വേണ്ട. ഹി ഗാർണഡ് ആസ് മച്ച് as മണി ആസ് ഹി കുഡ്. ഓക്കെ, ആസ് ഹി കുഡ് കോമ വിട്ട് കൊടുക്കണം അവിടെ, ഇല്ലെങ്കിൽ അത് മീനിങ് മാറി. ടു സേവ് ഹിസ് ഫ്രണ്ട് ഫ്രം ക്വൈറ്റസ്. ഗാർണർ നൗൺ അല്ല, ഗാർണർ വേർബ് ആണ്. ഗാർണർ ഇസ് വേർബ്. ഓക്കെ, അതിനെ ഗാർണർ വേണമെങ്കിൽ വേർബ് ആക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ജെറണ്ട് ഉപയോഗിച്ചോ. ജെറണ്ട് വേർബൽ നൗൺ അല്ലേ. ക്യാൻ യൂസ് ഗാർണറിങ് കൊടുത്തോ, അങ്ങനെ കൊടുത്തോ, ഗാർണറിങ് എന്ന് കൊടുത്തു. മനസ്സിലായോ? അപ്പം നിങ്ങൾക്കത് ഗാർണർ എന്ന് കൊടുക്കരുത്, അപ്പം തെറ്റാ. യു ക്യാൻ യൂസ് ഗാർണറിങ്. ജെറണ്ട് ഫോർമുലേഷൻ കൊടുത്തു, അപ്പോൾ അതിന് മീനിങ് കറക്റ്റ് ആയില്ലേ? വേർബൽ നൗൺ അല്ലേ? മനസ്സിലായോ? സംടൈംസ് resentment stir us crazy, garnering ample confidence by tapping your own potential can, okay, overcome it. Great. Moving on to next set. Crude എന്ന് പറയുന്നതിന് തന്നെ നൗൺ ഫോർമുലേഷൻ ഉണ്ട്. അത് ഞാൻ പറയുന്നത്, നമ്മുടെ ഓയിലില്ലേ, നമ്മുടെ ഓയിൽ, ക്രൂഡ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ തന്നെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്ന നൗണാണ്, കറക്റ്റാണ്. പക്ഷെ നമുക്കത് ആവശ്യമില്ല. ക്രൂഡ് എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ ഉപയോഗിക്കാനായിട്ട് വൊക്കാബിൻ്റെ കാര്യത്തിൽ ആവശ്യം വരില്ല. ഒരുപാട് ആവശ്യം വരുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനായ ക്രൂഡാണ്. ക്രൂഡ് മീൻസ് അൺറിഫൈൻഡ്. ക്രൂഡ് ഓയിൽ വെച്ചിട്ട് പഠിച്ചാൽ മതി. അൺറിഫൈൻഡ് ഓയിൽ. അൺപ്യൂരിഫൈഡ്, പ്യൂരിഫിക്കേഷൻ നടക്കാത്തത്. ഓർ പ്രിമിറ്റീവ്, വളരെ എന്താ പറയുക, സിവിലൈസ്ഡ് അല്ലാത്തത്, പ്രിമിറ്റീവ് ആയിട്ടുള്ള. അൺസിവിലൈസ്ഡ് എന്നൊക്കെ അർത്ഥം വരും. പ്രിമിറ്റീവ്, അൺസിവിലൈസ്ഡ് എന്നൊക്കെ ഒരു അർത്ഥം വരും കേട്ടോ. പ്രിമിറ്റീവ് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള എന്നൊക്കെയാണ്. ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ട്, വളരെ ചെറിയ ലെവലിലുള്ള എന്നുള്ള അർത്ഥം, താഴത്തെ ലെവലിലുള്ള എന്നൊക്കെ അർത്ഥം വരുന്നത്. ബേസിക്, റഫ്, പ്രിമിറ്റീവ്, അതാണ് ക്രൂഡ് എന്ന് പറയാം. ഇന്നത്തെ ആർട്ടിക്കിളുണ്ട്, പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ, ക്രൂഡ് കോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് കോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള, റഫ് ആയിട്ടുള്ള കോമൻസ് എന്നർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. മീനിങ് രണ്ട് രീതിയിലുണ്ട്. അൺറിഫൈൻഡ്, അൺപ്യൂരിഫൈഡ്, പ്രിമിറ്റീവ്, റഫ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ക്രൂഡിന്. ഓക്കെ, അടുത്ത വാക്കാണ് അൺവാറണ്ടഡ്. അൺവാറണ്ടഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അൺജസ്റ്റിഫൈഡ്, അതായത് അൺജസ്റ്റിഫൈഡ് എന്നൊക്കെ പറയുന്നത് അൺജസ്റ്റ് ആണ്. നമുക്ക് എന്താണ് ന്യായീകരിക്കാൻ പറ്റാത്തത്. ഇൻഡിഫെൻസിബിൾ. അൺജസ്റ്റിഫൈഡ്, ഇൻഡിഫെൻസിബിൾ, ഇംപ്രോപ്പർ, പ്രോപ്പർ അല്ല, അൺസ്യൂട്ടബിൾ, സ്യൂട്ടബിൾ അല്ലാത്ത, ആവശ്യത്തിന് അല്ലാത്ത കാര്യമാണെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇംപ്രോപ്പർ ആയിട്ടുള്ള, ഇൻഡിഫെൻസിബിൾ ആയിട്ടുള്ള, ന്യായീകരിക്കാൻ പറ്റാത്താണെങ്കിൽ യു ക്യാൻ സേ അൺവാറണ്ടഡ്. ക്രൂഡ് ആൻഡ് അൺവാറണ്ടഡ് കോമൻസ്, ഇന്ന് യൂസ് ചെയ്ത ക്രൂഡ് ആൻഡ് അൺവാറണ്ടഡ് കോമൻസ് എന്ന് നമ്മുടെ ആർട്ടിക്കിൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വാക്ക് അലജ്. അലജ് എന്ന വാക്കിന്റെ നൗൺ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അലിഗേഷൻ. കേട്ടോ, അലിഗേഷൻ. നൗൺ. കാര്യം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി എഴുതി. കാരണം നിങ്ങൾ നൗണും വേർബും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും പറയാം. പാർട്സ് ഓഫ് സ്പീച്ച് തമ്മിൽ മാറിപ്പോരുത്. നൗണായിട്ട് ഉപയോഗിക്കേണ്ടത് നൗണായിട്ട്, വേർബായിട്ട് ഉപയോഗിക്കേണ്ടത് വേർബായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത് അഡ്ജക്റ്റീവ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് നാളായി, ഇറ്റ്സ് ഹൈ ടൈം യു ചേഞ്ച് ഇറ്റ്. ഓക്കെ, കുറേ നാളായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഓഫ് കോഴ്സ്. അപ്പോൾ അലജ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലെയിം, അസേർട്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക. അലജ് എന്ന് പറഞ്ഞാൽ അറിയാലോ. സോ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ക്ലെയിം അല്ലേ, അസേർഷൻ എന്നൊക്കെ അർത്ഥം വരുന്നു. സോ എമാൻസിപ്പേറ്റ്, അടുത്ത വാക്ക്. ഇമാൻസിപ്പേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വേർബാണ്. ഇമാൻസിപ്പേഷൻ എന്നാണ് നൗണായിട്ട് വരിക. അപ്പോൾ ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ലിബറേറ്റ്, ഫ്രീ, റിലീസ്, അൺഷാക്കിൾ എന്നാണ്. ഓക്കെ, സോ ലിബറേറ്റ്, ഫ്രീ, റിലീസ്, അൺഷാക്കിൾ എന്നൊക്കെയാണ് ഇമാൻസിപ്പേറ്റ് എന്ന വേർബിന്റെ അർത്ഥം. ഇൻഡിപെൻഡന്റ് ആക്കുക, മേക്ക് സംബഡി ഇൻഡിപെൻഡന്റ്, അതാണ് ഇമാൻസിപ്പേറ്റ്. അടുത്ത വാക്ക് ഇന്നോവേഷൻ. കേട്ട് പരിചയമുള്ളതായിരിക്കും ഇന്നോവേഷൻ. നോവൽറ്റി, ന്യൂനെസ് എന്നൊക്കെ പറയില്ലേ, നോവൽറ്റി, ന്യൂനെസ്, ചേഞ്ച്, ഓൾട്രേഷൻ, റെവല്യൂഷൻ എന്നൊക്കെയാണ് ഇന്നോവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. റെവല്യൂഷൻ, ഓൾട്രേഷൻ, ചേഞ്ച്, നോവൽറ്റി എന്നൊക്കെ നമ്മുടെ ഇന്നോവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ട്. ക്ലിയർ ഐ ഗസ്? Okay, his quietus is disquieting for her. Okay, garner vocabulary. Help me ആണോ ട്രോയ്? helps me. garnering
ജെറണ്ടിൻ്റെ കൂടെ എപ്പോഴും എന്ത് വേർബാ വരേണ്ടത്? എപ്പം നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് ജെറണ്ട് ഉപയോഗിക്കുന്നോ, ജെറണ്ടിൻ്റെ കൂടെ ഏത് ജെറണ്ട് ഉപയോഗിച്ചാൽ ആ ജെറണ്ടിൻ്റെ കൂടെ എപ്പോഴും എന്താ വേണ്ടത്? എന്തായിരിക്കും ഇത് വരേണ്ടത്? വേർബ് വരേണ്ടത് സിനോണിം സിംഗുലർ വേർബ് ആയിരിക്കണം വരേണ്ടത്. ജെറണ്ട് ആണെങ്കിൽ അതിനോട് സിംഗുലർ വേർബ്, ജെറണ്ട് ആണെങ്കിൽ സിംഗുലർ വേർബ്. അതാണ് കോൺകോഡ്, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഗാർഡൻ വൊക്കാബുലറി ഹെൽപ്സ് മീ ഹൗ ടു ക്രാക്ക് any exam. Okay, his crude behavior is so irritating. Okay, the defection of leaders in UP is creating bitterness and disquieting BJP stance. Adu paraam. Yes, adu correct. Is creating bitterness and disquieting BJP stance. Yes. Okay. അല്ലല്ല, അവിടെയും പ്രശ്നമുണ്ട്. സോറി, അവിടെയും പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഡിഫെക്ഷൻ ഓഫ് ലീഡേഴ്സ് ഇൻ UP ഈസ് ക്രിയേറ്റിംഗ് ബിറ്റർനെസ്. ക്രിയേറ്റിംഗ് എന്ന വേർബ് പോലെ തന്നെയല്ല ഡിസ്ക്വയറ്റിംഗ് എന്ന് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വേർബായിട്ട് തന്നെയല്ലേ ഉപയോഗിച്ചേക്കുന്നത്, ജെറണ്ടായിട്ടല്ലല്ലോ, വേർബായിട്ട് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതാണ് പ്രശ്നം. ഓക്കെ, അല്ലെങ്കിൽ ഇസ് ക്രിയേറ്റിംഗ് ബിറ്റർനെസ് ആൻഡ് ഡിസ്ക്വയറ്റ് എന്ന് കൊടുത്തു. ക്രിയേറ്റിംഗ് ബിറ്റർനെസ് ആൻഡ് ഡിസ്ക്വയറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ക്രിയേറ്റിംഗ് ബിറ്റർനെസ് ആൻഡ് ഡിസ്ക്വയറ്റ് ഇൻ BJP സ്റ്റാൻഡ്സ് കൊടുത്തു. Stands attitude, BJP attitude, clear, adu koduthu. Resentment in the family parted the relations within them. Okay, the growing resentment among political leaders steers them to defame each other alla one another. Political leaders ennu parayumbol oru paadu perille. So each other alla, each other rendu pere pattiya parayunne. We are talking about the whole political leaders, all political leaders, not whole, all political leaders. So that means one another. I started to garner all information which helps me to get high marks in the exam. Okay, I was terrified by the crude behavior of my neighbor, though everyone believed him to be civilized, but appeared to be an barbarian alla, a barbarian to me. A barbarian, not an barbarian. Adangane oru an varu agna, an vowel sounds inde udile b sound nokke hard sound aanu. It's consonant. The excuses John made to his boss were unwarranted. Okay, good morning Jerix. Crude behavior of the accused was unwarranted. Okay, oh agna tirthiyo. Okay, great. Okay, yes. അവിടെ അൺവാറണ്ടഡ് കണ്ടോ? അൺവാറണ്ടഡ് രാജേശ്വരി ഉപയോഗിച്ചേക്കുന്ന പക്ഷേ എന്തായിട്ടാ? വേർബായിട്ട്. അൺവാറണ്ട് എന്ന് പറയുന്ന വേർബ് ഇല്ല. അൺവാറണ്ട് എന്ന വേർബ് ഇല്ല. അൺവാറണ്ടഡ് അഡ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് തിരുത്തണേ. അടുത്തത്, they were very rough and crude but strong and serviceable. Okay, the right steering nature of the leader leads to the development of the country. Yeah, your mistake is unwarranted. Okay, it's high time we emancipated our campuses from politics. Okay, great. ആ ജനറേഷൻ സത്യം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് പറഞ്ഞപ്പോഴേ പൊളിറ്റിക്കലി ഇത് പറയാൻ പാടില്ലെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ്റെ ഒരു സ്പീച്ച് കേട്ടു. ശ്രീനിവാസൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ നേതാക്കന്മാരുടെ വീട്ടിൽ വിധവകളെ കാണാൻ പറ്റില്ല, മക്കൾക്ക് അച്ഛനില്ലാതെ കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, ദുരിതം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നേതാക്കന്മാർ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അണികളുണ്ട്, സ്റ്റുഡൻസ് ആയിട്ട് പോകുന്ന കുറച്ച് അണികളുണ്ട്, അല്ലാതെ ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ വീട്ടിൽ വെട്ടും കുത്തും പ്രശ്നങ്ങളും എന്നൊക്കെ പറയും. സോ ഇറ്റ്സ് റിയലി പത്തറ്റിക്. അപ്പോൾ ക്യാമ്പസിലെ ഈ രാഷ്ട്രീയം ശരിക്കും ഒന്ന് ആലോചിക്കും. രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ ഭയങ്കര സന്തോഷം. അവർ തമ്മിൽ ടൈപ്പാ. ഒരാളുടെ പാർട്ടികൾ തമ്മിലൊന്നും നമ്മളോട് പറയുന്ന പോലെ ഒന്നുമല്ല. നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് പോലെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവർ തമ്മിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഒരു മൂവി ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടന് ബ്രോ ബഡി ബന്ധം അവർക്ക് തമ്മിൽ. പക്ഷേ ഫോളോവേഴ്സ് തമ്മിൽ കട്ട കലിപ്പാണ്. സോ അതുപോലെയാണ് നമ്മുടെ അണികൾ. വ്യത്യാസമൊന്നുമില്ല. തമ്മിൽ ഇങ്ങനെ പിടിച്ച് അവർ നടന്നോളും, ഇവരുടെ അടി പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് എ പ്രോബ്ലം. Our generation should be emancipated from the crude behaviors of the community. The COVID pandemic situation made an innovation in online shopping. Okay, yes. Don't take unwarranted means to win. Okay, teachers steer students. Teachers in apostrophe vandalo neetu teachers steer cheyunu students in their studies. Okay, the crude behavior of her brother always disquiets Meera. വീണ്ടും disquiet എന്ന് പറയുന്ന അവിടെ verb ആയിട്ട് ഉപയോഗിച്ചിരിക്കും. മീൻസ് verb ആയിട്ട് ഉപയോഗിച്ച് തെറ്റാണ്. Okay. The ruling party allegates the Silver Line project will be in an innovation in transportation. Although he is a loser, yet he alleged that he is the winner. Okay. Parents must emancipate their children to choose the career they want. Okay. He emancipated the caged bird. Okay. Emancipation or innovation of those crude people were alleged unwarranted. Okay. were alleged, claimed. അപ്പോൾ ക്ലെയിംഡ് എന്നതിൻ്റെ കൂടി അൺവാറണ്ട് എന്ന അഡ്ജക്റ്റീവ് വരില്ല. അൺവാറണ്ട് എന്ന അഡ്ജക്റ്റീവ് ആണെങ്കിൽ
അവിടെ എന്താണ് അലജ്ഡ് ഇംപ്രോപ്പർലി എന്ന് പറയണം, അൺവാറണ്ടഡ്ലി എന്ന് വേണം വരാൻ. കാരണം അവിടെ അഡ്വേർബാണ് വേണ്ടേ, അവിടെ അഡ്ജക്റ്റീവ് വന്നാൽ തെറ്റും കേട്ടോ. പ്രസിദ്ധ allegation against the minister shows the crude behavior of the opposition party. Okay, the evaluation will emancipate when the exam is so difficult. Okay, emancipation proclamation has changed the face of the USA. Yes, correct. CM Pinarayi Vijayan proclaimed that government will move forward with the Silver Line project. Yes, my kid cried when I emancipated her pet dog. Okay, it was Edison who made innovation in the field of physics. Yes, let's move to next set. ഇന്നത്തെ ലാസ്റ്റ് അല്ല. എക്സ്പെർട്ടീസ് മീൻസ് സ്കിൽ, പ്രോവസ്, പ്രൊഫഷൻസി, കോമ്പിറ്റൻസ്. എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞ നൗൺ ആണ്. അടുത്തത് അൺഫോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബാണ്. ഔട്ട്സ്പ്രെഡ് ചെയ്യുക, ഔട്ട്സ്ട്രെച്ച് ചെയ്യുക, എല്ലാവരിലോട്ടും എത്തിക്കുക. സ്പ്രെഡ് ചെയ്യുക, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഔട്ട്സ്ട്രെച്ച് ചെയ്യുക, എല്ലാവരും എത്തിക്കുക. അൺഫോൾഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഓപ്പൺ. സോ ദാറ്റ്സ് ഇറ്റ്, അൺഫോൾ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് നിങ്ങൾക്ക് നൗണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അൺഫോളിങ് എന്ന ജെറണ്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് കേട്ടോ. ബ്രീച്ച് വേർബായിട്ടും നൗണായിട്ട് ഉപയോഗിക്കാം. ബ്രീച്ച് മീൻസ് വയലേറ്റ്, ബ്രേക്ക്. നൗണായിട്ട് വരുവാണെങ്കിൽ എന്താണ് കോൺട്രവെൻഷൻ, റപ്ചർ. ബ്രേക്കിൻ്റെ രീതിയിൽ റപ്ചർ വരും. കോൺട്രവെൻഷൻ എന്താ വയലേഷൻ എന്നർത്ഥം, വയലേഷൻ. ഓക്കെ, ഇപ്പോൾ ബ്രീച്ച് നിങ്ങൾ കേട്ടോളൂ, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ കേട്ടില്ലേ, ആ സംഭവമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ട്രാൻസിഷൻ ഫേസ് ഒക്കെ കേട്ടിട്ടില്ലേ. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. ചേഞ്ച്, മൂവ്, ഷിഫ്റ്റ്, കൺവേർഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെയാണ് ട്രാൻസിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് സ്റ്റാൻസ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത വാക്കാണ് സ്റ്റാൻസ്. ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച്, അല്ലേ, ഒരു ആറ്റിറ്റ്യൂഡ്, നിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഓർ യുവർ അപ്രോച്ച് ടുവേർഡ്സ് സംതിങ്, അല്ലേ. അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ്, പോസ്ചർ, പോൾസ്, ബെയറിംഗ് എന്നൊക്കെ അർത്ഥമുണ്ട് സ്റ്റാൻസിന് കേട്ടോ, മറക്കണ്ട കേട്ടോ. സ്റ്റാൻസ് എന്ന വാക്കിനർത്ഥം നൗണാണ്. ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. His innovation in work made everyone in jealousy. Okay, unwarranted excuses cannot be alleged. Okay, PSC aspirants waiting to emancipate prelims results by PSC chairman. Okay, Neetu, PSC aspirants are waiting to emancipate prelims result by അങ്ങനെ are waiting. അവിടെ വെർബിൻ്റെ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മീനിങ് ആവില്ല കംപ്ലീറ്റ്. Crude nature of some parents leads to criminals in the family. Okay, High Court alleges unwarranted decision of state government for improper and land acquisition from people in the wake of K-Rail project. Okay, innovation and discovery lies in different phases. Okay, it's high time to emancipate women in the patriarchal society. Yes, breaching of contract is always void. Okay, void in the spelling is sharte VOID, VIOD alla. All right, yes, my friend always unfold negative things into all people. Okay, ഓൾവേസ് അൺഫോൾഡ് അല്ല, അൺഫേൾഡ്സ്. മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് സിംഗുലർ ആണ്, അപ്പോൾ അൺഫോൾഡ്സ് എന്ന വേർബ് കൊടുക്കണം. ഓക്കെ, ഗായത്രി. Rani alleged the company's achievements during the speech. Okay, the innovations brought about in the business was a breakthrough for the company. Great, yes, clear. Ram alleged that it was his property and used harsh words against his neighbors. Neighbors വീണ്ടും Agna, BOUR neighbor. ഇത് ബ്രിട്ടീഷ് സ്പെല്ലിംഗ് അല്ല, ബ്രിട്ടീഷ് ഇപ്പം അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് അഗ്ന യൂസ് ചെയ്തേക്കുന്നത്. പ്ലീസ് കോൺവോയ് മീ ടു ഹിസ് ഹൗസ് ആസ് ദ വേ ലുക്ക് മിസ്റ്റി. ആസ് ദ വേ ലുക്ക് അല്ല, ആസ് ദ വേ ലുക്സ് മിസ്റ്റീരിയസ്. ഗൗരി, ഐ ആം. ചിലത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. യുവർ സ്റ്റാൻഡ്സ് നോട്ട് അറ്റയർ ടു എ പോലീസ്മാൻ. യുവർ സ്റ്റാൻഡ്സ് ഈസ് നോട്ട് ആപ്റ്റ്, അറ്റയർ എന്ന് പറയില്ല, ഈസ് നോട്ട് ആപ്റ്റ് ഫോർ എ പോലീസ്മാൻ എന്ന് പറയണം. ബ്രീച്ചിന് തർക്കം എന്ന് ഉണ്ടോന്നോ, തർക്കം എന്നൊരർത്ഥം ബ്രീച്ചിനില്ല. വയലേറ്റ് ചെയ്യുക, എന്താ പറയുക, വയലേറ്റ് ചെയ്യുക, അതിനെ എതിർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. വയലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ മലയാളം അറിയാലോ, ബ്രേക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ അർത്ഥമുള്ളൂ, അതുള്ളൂ കേട്ടോ, അല്ലാതെ ഒരർത്ഥമില്ല. അതാണ് കോൺട്രവേഴ്സി ആണോ ഉദ്ദേശിച്ചത്? ഇല്ലില്ല, ഇത് കോൺട്രവെൻഷൻ, വയലേഷൻ എന്നർത്ഥം. കോൺട്രവേഴ്സി അല്ലേ ഉദ്ദേശിച്ച തർക്കം, അതല്ല, അതിനില്ല കേട്ടോ. The transition from Gothic architecture to Renaissance unfold expertise of then artists. Of artists then, അങ്ങനെ കൊടുക്കണം. Of the artist then, അവിടത്തുള്ള ആർട്ടിസ്റ്റ് സുവർണ. Okay, how dare you breach the rules? Great. Expertise in one field is enough to take one to fame. Okay, due to this his crude attitude towards everything, everyone alleged him as a culprit, but when prop took place, he got emancipated. Okay. People alleged on crude and unwarranted traditions led to a formation of emancipated innovations in young minds. Okay, in offer on 17% discount with
ഡബിൾ വാലിഡിറ്റി ആൻഡ് ടെസ്റ്റ് പാക്ക്, ഡബിൾ വാലിഡിറ്റി ഉണ്ട് മെഗാ പാക്കുകൾക്കും ടെസ്റ്റ് സീരീസിനും മാത്രം. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഡബിൾ വാലിഡിറ്റി ഉള്ളത് ടെസ്റ്റ് പാക്കിനും അത് ടെസ്റ്റ് സീരീസിനും അതുപോലെ തന്നെ മഹാപാക്കുകൾക്ക് മാത്രമാണ്. അൺഫോൾഡിങ് ദ തോട്ട്സ് മേക്സ് പ്രോബ്ലം ഓൾവേസ്. അതിലൊരു പ്രശ്നമുണ്ടല്ലോ, ഓൾവേസ് കൊണ്ട് അവസാനം ഇടാൻ പറ്റില്ല, ഇങ്ങനെ കൊടുക്കാം. അൺഫോൾഡിങ് ദ തോട്ട്സ് ഓൾവേസ് മേക്സ് പ്രോബ്ലം. ഓക്കെ, ദർ ഇസ് എ ഗ്രേറ്റ് ട്രാൻസിഷൻ. കേട്ടോ പ്രവീണ? There is a great transition in health sector after invention of vaccine. Yes, our stance shows who we are. Yes, he has a high amount of expertise in baking cakes. Her expertise in English is appreciable. Great. His expertise in unfolding difficult mathematical problems is praiseworthy. Yes, read Hindu newspaper to expertise in vocab. To expertise. അവിടെ എക്സ്പെർട്ടീസിന് നൗൺ അല്ലേ, അവിടെ ഇങ്ങനെ ടു എക്സ്പെർട്ടീസ് പറഞ്ഞാൽ 2+V1 ഉപയോഗിക്കാൻ പറ്റും. 2 എക്സ്പെർട്ടീസ് പറയില്ല, 2+V1 ഉപയോഗിക്കാവുള്ളൂ. ഇത് നൗൺ അല്ലേ, 2+ നൗൺ ഒരിക്കലും ഉപയോഗിക്കരുത്. V1 ആയിട്ട് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ, V1 മാത്രം ഉപയോഗിക്കാവുള്ളൂ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുക ടു ബി എക്സ്പേർട്ട്, അങ്ങനെ കൊടുത്തോ. റീഡ് ഹിന്ദു ന്യൂസ് പേപ്പർ ടു ബി ആൻ എക്സ്പേർട്ട് ഇൻ വൊക്കാബ് എന്ന് കൊടുത്തോ കേട്ടോ. റിൻഡു മാം ഹാസ് ആൻ എക്സെപ്ഷണൽ എക്സ്പെർട്ടീസ് ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് ലെസൺസ്. ഓ റിയലി, താങ്ക് യു. ദെൻ ആർട്ടിസ്റ്റ്, ഇപ്പോഴുള്ള ആർട്ടിസ്റ്റ് എന്ന് വരില്ലേ? മനസ്സിലായില്ല, ഏതിൻ്റെയാണ് സുവർണ്ണ ചോദിച്ചത്? ദെൻ ആർട്ടിസ്റ്റ്, അവിടെ ആർട്ടിസ്റ്റ് എന്നുള്ളത് എന്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടല്ല ഉപയോഗിച്ചേക്കുന്നത്. ഒരു സെക്കൻഡ്, അത് ക്ലിയർ ആക്കി തരാം. ഞാൻ അതൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ആർട്ടിസ്റ്റിന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്താ ദെൻ എന്ന് ചോദിച്ചതെന്നുള്ളത്. അഡ്ജക്റ്റീവ് ആയിട്ട് ദെൻ ഒരിക്കലും ഉപയോഗിക്കില്ല, അതാണ് പ്രശ്നം. ദെൻ എന്ന് പറയുന്നത് അഡ്വേർബ് മാത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ. ദെൻ ആർട്ടിസ്റ്റ് ഒരിക്കലും പറയില്ല, അതാണ് പ്രശ്നം. ദെൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഇല്ല, അഡ്വേർബേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ തിരുത്തിയത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ആർട്ടിസ്റ്റ് ദെൻ, അപ്പോഴുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ദെൻ എന്നുള്ളത് കൊടുക്കുക. ദെൻ എന്നുള്ളത് അഡ്വേർബ് ഓഫ് ടൈമാണ്, അതുകൊണ്ട് താഴെ പിന്നെ കൊടുത്താൽ മതി. കറക്റ്റ് മീനിങ് ആയിട്ടോ സുവർണ. ഞാൻ ഇന്നലെ ഞാൻ അഡ്വേർബ് പഠിപ്പിച്ചപ്പോൾ, നമ്മുടെ പ്രിപ്പറേഷൻ ബാച്ചിൽ അഡ്വേർബ് പഠിപ്പിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ടൈം ആകുമ്പം അത് അവസാനമാണ് വരുന്നത്. അതിൻ്റെ പേരെന്താണ്? ഫ്രീക്വൻസി ആകുമ്പോൾ വേർബിന്, മെയിൻ വേർബിൻ്റെ തൊട്ട് മുൻപാണ് വരുന്നത്. ഡിഫറൻസ് ഉണ്ട്, അത് ഓർക്കുക. ആൻഡ് അഡ്ജക്റ്റീവ് അല്ല ഇത് നൗണിന് മുൻപിൽ വരാനായിട്ട്. Okay, the prop officer unfold the mysterious truth about the death. Okay, the company has many expertise employees എന്ന് പറയില്ല, expert employees കൊടുക്കുക ലാവണ്യ, in its marketing sector. His expertise made tremendous transition in the company. PM security breach is in the news headlines. Yes, we should not breach the traffic rules. Okay, this can help you legally if you are trying to prove a breach of a prenuptial agreement. Okay, during the spring the sprouting leaves begin to unfold. Okay, ഹിന്ദു എഡിറ്റോറിയൽ PDF അവൈലബിൾ ആണല്ലോ, ഡെയിലി PDF അവൈലബിൾ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ, ഗ്രൂപ്പിലൂടെ. ചാനലിൽ എല്ലാവർക്കും ഞാൻ ഇട്ട് വരും കേട്ടോ, വിഷ്ണു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. കേരള PSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, ഇവിടെ ലിങ്ക് ഉണ്ട്, താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ പ്ലീസ് അൺഫോൾഡ് ദ കൺസീൽഡ് ടെൻഡർ ഇഫ് യു ഹാവ് ദ സ്പൈൻ. ഓക്കെ, ഓഹോ. One's expertise in English is measured in its exam. Yes, it is. The expertise in English makes her a rank holder in its exam. People breach COVID rules. People breaching COVID rules results in the unfolding of the virus. Breach of contract resulted in the fight between the brothers. Okay, repeated reading, writing, writing and listening make a man expertise അല്ല, make a man expert. എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കഴിവ് എന്നല്ലേ, എക്സ്പേർട്ട് ആക്കും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ മേക്ക് എ പേഴ്സൺ എക്സ്പേർട്ട് ഇൻ നോളജ്. ഓക്കെ, യെസ്, സ്റ്റാൻസ് മാറ്റേഴ്സ്. PM സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പഞ്ചാബ്. പഞ്ചാബിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്നതാണോ അതോ ടൈപ്പോ ആണോ? പഞ്ചാബിന്റെ സ്പെല്ലിംഗ് എന്താ? PUNJAB ആണ്. ഒരുപാട് തവണ ഞാനിങ്ങനെ കണ്ടു, 3-4 തവണ ഞാനിപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങൾ ടൈപ്പോ ആണ്. PUNJAB ആണ്. തെറ്റിപ്പോകുന്നതാണോ നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാണോ എന്ന് എനിക്ക് ഡൗട്ട്. PM security breach in Punjab unfolds, അല്ലേ, സിംഗുലർ അല്ലേ? അപ്പോൾ unfolds the stance of the government towards the union government. Breach of contract means violation of contract എന്നൊക്കെ. അതെ, breach of contract എന്ന് പറഞ്ഞാൽ violation of contract. violation breachന്റെ മീനിങ് അല്ലേ? അപ്പോൾ കറക്റ്റ് അല്ലേ? Yeah, the freedom fighters liberated us from foreign powers to label India as independent, sovereign, socialist, republic and democratic. Yes. The rise in TPR rate of COVID-19 is disquieting. Yes, transitions are inevitable. His stance in this issue is unwarranted. I would not recommend quickly chopping vegetables unless you
ഇങ്ങനെ കൊടുക്കണേ, I would not recommend chopping vegetables quickly unless you have expertise with a knife. Still he suffers or he suffers. Still he suffers correct ആണ്, she suffers still പറഞ്ഞാലും correct ആണ്. Because still എന്ന് പറയുന്നത് adverb of time ആണ്. So അതിൽ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോഴും അവൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാം. adverb of time അവസാനം വരാം, സെൻറ്റൻസിൻ്റെ മുമ്പിലും വരാം, രണ്ടും കറക്റ്റാണ്. One should have positive stance towards one's life. Okay. Okay, no problem. You're welcome. ടെലിഗ്രാം ലിങ്ക് സെൻഡ് ചെയ്യാം കേട്ടോ വിഷ്ണു. ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് വായിച്ചിട്ട് പറയാവേ. യുവർ എക്സ്പെർട്ടീസ് ഷുഡ് ഹാവ് ഹെൽപ് ദി എൻറ്റയർ പോലീസ് civilization, but unfortunately it didn't have done. No, it didn't have done അല്ല, it have not done കേട്ടോ ശരത്തെ. കിട്ടും പൊങ്കൽ സ്പെഷ്യൽ PDF കിട്ടും. എവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ല, ആപ്പിൽ നേരെ ചെല്ലുക. എന്നിട്ട് ആപ്പിൽ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കാണാൻ മറന്നുപോയാൽ ആപ്പിൽ നേരെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ വീഡിയോ ഇന്നലത്തെ 13th Jan എഡിറ്റോറിയൽ നിന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ആ വീഡിയോയുടെ താഴെ ബ്ലോഗായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ലിങ്ക് ഉണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, PDF ഓപ്പൺ ആയി വരും. PDF ഓപ്പൺ ആയി വരുമ്പോൾ റൈറ്റ് ടോപ്പിൽ ഒരു 3 ഡോട്ട് ഐക്കൺ കാണും. ഐക്കൺ ക്ലിക്ക് ചെയ്തേ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ താഴെ വരും ഡൗൺലോഡ്. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഇടാവും നിങ്ങളുടെ ഫോണിലോട്ടോ ഇതിലോട്ടോ ലാപ്പിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഓക്കെ, എടുത്താൽ മതി കേട്ടോ. PVP അതൊന്ന് ചെയ്താൽ മതി. എല്ലാവരോടുമാണേ അതൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഹിസ് സ്റ്റാൻസ് ഇസ് ക്വയറ്റ് ഇനഫ് ടു ടാക്കിൾ ദ പ്രോബ്ലം. ഓക്കെ, ക്വയറ്റ് ഇനഫ്. ആ ക്വയറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ, വ്യത്യാസം മനസ്സിലാക്കണേ. ഈ ക്വയറ്റ് നോക്കിയേ, QUIET ക്വയറ്റ്. സൈലന്റ്. ഈ ക്വയറ്റ് എന്താണ്, വെരി എന്നൊരർത്ഥമാണ്. ക്വയറ്റ് അമേസിങ്, വെരി അമേസിങ്, വെരി അല്ലെങ്കിൽ മച്ച്. ഒരു ക്വയറ്റ് എന്ന അത്യാവശ്യം, ഓൾമോസ്റ്റ് എന്നൊക്കെ ഒരു അർത്ഥം. ഞാൻ കംപ്ലീറ്റ് മീനിങ് ഓൾമോസ്റ്റ്, ഏറെക്കുറെ, ഏകദേശം എന്നുള്ള ക്വയറ്റ് അമേസിങ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം എന്താ, ഈ ക്വയറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, നൗൺ ആയിട്ട് ഉപയോഗിക്കും. ഈ ക്വയറ്റ് എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തെറ്റിച്ചാൽ മൊത്തം തെറ്റുമില്ലേ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. Yeah, the investigation team unfolded that disorientation of the crew members is a reason behind the Konur Coptic crash. Okay, her stance shows the transition in her life. Her stance is quite outstanding. Sharpen your expertise before going for an interview. Our stance towards problems is the solution to the problem. Okay. His innovation has breached the existing rule. Breach of contract is not recommended. Unfolding of Omicron virus is disquieting. The humble stance of people with expertise unfolds a wide world of science before us. Humble stance of people. People's stance ne patti, attitude ne patti പറയുന്നത്. അപ്പോൾ അത് unfolds വേണം കേട്ടോ പ്രസിദ്ധ. There is transition in active Dilip's case owing to argument was given by the director. Perfect training unfold his skills and stands towards job. Okay, yeah, unfold your hand to the poor. Okay, there is a sudden transition in medical field after the implementation of robotic surgeries. Yes, preaching of law made him convict. Okay, Omicron's unfurling have opened path. Unfold എന്ന് പറയുന്ന വേർബ് അല്ലേ, അതിന് നിങ്ങൾക്ക് നൗൺ ആക്കാൻ ഞാൻ എന്താ പറഞ്ഞത്, ജെറണ്ടായിട്ട് ഉപയോഗിക്കുക. അൺഫോൾഡിങ് ഹാവ് ഓപ്പൺ പാത്ത് ഫോർ another lockdown for every new year welcomes new variants of COVID-19. Yeah, our stance determines our future. Yeah, okay, I want an expert opinion. അവിടെ എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ എന്ന് പറയണ്ട. I want an expert opinion to start a business. Then break into yoga to see the transition in life. Okay, good morning Masman, സുഖമായിട്ടിരിക്കുന്നോ? You should breach unhealthy relationships. Okay, her expertise unfold before everyone during the function and it resulted in transition of stance towards her. I must come out from my disquiet stance regarding the job. Okay, attitude of many teachers helped to unfold the imaginative power of students which were hidden due to the incompatibility of our education system. Okay, breaching of traffic rules kills many. Yes, great. Moving to next set. Last set of vocab ആണ് ഇന്നത്തെ. Preoccupied means distracted, brooding, pensive. അതായത് preoccupied എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇൻ തോട്ട്, റൂട്ടഡ് ഇൻ തോട്ട്, വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ നമ്മൾ പറയാം preoccupied. He is preoccupied with എന്തെങ്കിലും. Okay, the sudden transition his character shows his expertise in cheating. Okay, your expertise can unfold many doors. Okay, അപ്പോൾ വിഷ്ണു ഞാൻ ഇപ്പം തന്നെ ലിങ്ക് തരാം. വിഷ്ണു ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോയാലോ? Okay,
ഓക്കെ. അപ്പോൾ അടുത്തത് പെർസ്യൂ. നമ്മൾ പെർസ്യൂ ഡിസ്കസ് ചെയ്ത വാക്കാണ്. പെർസ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോ ആഫ്റ്റർ, ഫോളോ, ചേസ്, കണ്ടിന്യൂ എന്നൊക്കെയാണ് അർത്ഥം. ഇതാട്ടോ വിഷ്ണു, ഇതാണ് ഇപ്പം ഞാൻ അയച്ച ലിങ്കാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ടുള്ള ലിങ്ക്. ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തതെന്ന് വിഷ്ണു ഫയൽസിൽ പോയി നോക്കിയാൽ ഇതുവരെ ഞാൻ അയച്ചിട്ടുള്ള എല്ലാ PDF എഡിറ്റോറിയലിൻ്റെ PDF കിട്ടും കേട്ടോ. ഓൾ റൈറ്റ്, ക്ലിയർ ഐ ഗെസ്. ഓക്കെ. ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് abandoned the religion in a democratic countries or in a democratic countries എന്ന് പറയുമോ ശരത്തെ? അത് മൊത്തം പൊളിച്ച് എഴുതിക്കേ. Instead of financing a loan, the customer's stance was that she wanted to save money to buy a car. Okay. അടുത്ത സീക്വൽ. സീക്വൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നോവലിൻ്റെ സീക്വൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ശിവ ട്രിലോജി ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ. അപ്പം സീക്വൽ എന്ന് പറഞ്ഞാൽ നൗണാണ്, അർത്ഥം ഫോളോ അപ്പ്, കണ്ടിന്യൂവേഷൻ, ഒരു ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, ഫോളോ അപ്പ് ആണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ കോൺസിക്വൻസ്. സീക്വലിന് വേറൊരു മീനിങ് ഉണ്ട്, കോൺസിക്വൻസ്, ഔട്ട്കം, റിസൾട്ട്. ഓക്കെ. അടുത്താണ് ആൻറ്റിസിപ്പേഷൻ. ആൻറ്റിസിപ്പേഷൻ ഓൾസോ നൗൺ, അർത്ഥം ഇതാണ്, എക്സ്പെക്റ്റേഷൻ, നമ്മുടെ ഒരു പ്രതീക്ഷ, പ്രഡിക്ഷൻ ഓർ പ്രഡിക്റ്റ് ചെയ്യാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ പറ്റി, പ്രഡിക്ഷൻ ഓർ ഫോർകാസ്റ്റ്. എക്സ്പെക്റ്റേഷൻ, പ്രഡിക്ഷൻ, ഫോർകാസ്റ്റ് എന്നുള്ള അർത്ഥമാണ് ആൻറ്റിസിപ്പേഷൻ ഉള്ളത്. അടുത്ത വാക്ക് പെർസ്പെക്റ്റീവ്, ചിന്താഗതി, യുവർ ഔട്ട്ലുക്ക് ഓൺ സംതിങ്, യുവർ വ്യൂ പോയിന്റ്, യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ സ്റ്റാൻസ്, യുവർ അപ്രോച്ച് ഒക്കെ പറയാം കേട്ടോ. അപ്രോച്ച്, പെർസ്പെക്റ്റീവ്, ഔട്ട്ലുക്ക്, വ്യൂ, അപ്രോച്ച് എന്നൊക്കെ അർത്ഥമുണ്ടേ ഓർത്ത് വെച്ചോണം. കേട്ട് പരിചയമുള്ള വാക്കല്ലേ പെർസ്പെക്റ്റീവ്, അപ്പോൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ട്രാൻസിഷൻ വിത്ത് സിമ്പിൾ nomadic റിലേഷൻസ് ടു ദോസ് ഓഫ് ദ അഗ്രികൾച്ചറൽ ആൻഡ് മോർ ഹൈലി സിവിലൈസ്ഡ് Canaanite ലൈഫ്. ഓക്കെ. അത് ട്രോയ് പറഞ്ഞു, പക്ഷെ അത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ലല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ക്ലോസ് ആയിട്ടുള്ളൂ. ട്രാൻസിഷൻ ഫ്രം ദ സിമ്പിൾ nomadic റിലേഷൻസ് ടു ദോസ് ഓഫ് ദ അഗ്രികൾച്ചറൽ ആൻഡ് മോർ ഹൈലി സിവിലൈസ്ഡ് Canaanite ലൈഫ്. ബാക്കി എന്ത്? ഓക്കെ. ഐ എം ഡൂയിങ് സോ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് മാസ്മൻ. നല്ല സന്തോഷമുണ്ട്, നല്ല കാര്യം. പഠിക്കുക, അടിപൊളി. ഓക്കെ, നല്ലൊരു സ്ഥാനത്തെത്തി തീരട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. ഹി ഓൾവേസ് പ്രീഒക്യുപ്പൈഡ് അബൌട്ട്, ഹി ഓൾവേസ് അല്ല, ഹി ഈസ് ഓൾവേസ് പ്രീഒക്യുപ്പൈഡ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഐ ഹാവ് നോ ആൻസർ ടു ആസ്ക്ഡോ ഇല്ല, ഐ ഹാവ് നോ ആൻസർ ടു ആസ്ക്. ഓക്കെ. 2 കഴിഞ്ഞിട്ട് V1 വരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ശരത്തെ? ഇനി ശരത്തിൻ്റെ അടിയ 2 + V1 വരണ്ടേ? ഐ ഹാവ് നോ ആൻസർ ടു ആസ്ക് മീ മൈസെൽഫോ. ആസ്ക് മീ മൈസെൽഫ് എന്തിനാ? ആസ്ക് മൈസെൽഫ്. ഐ ഹാവ് നോ ആൻസർ ടു ആസ്ക് മൈസെൽഫ് വാട്ട് ഈസ് പ്രീഒക്യുപ്പൈഡ്. അഡ്ജക്റ്റീവ് അല്ലേ? ആലോചിക്കേ. ഐ ഹാവ് നോ ആൻസർ ടു ആസ്ക് എന്ന് പറയോ? ഐ ഹാവ് നോ ക്വസ്റ്റ്യൻ ടു ആസ്ക് മൈസെൽഫ് വാട്ട്സ് പ്രീഒക്യുപ്പൈഡ്. അങ്ങനെ. ഡോണ്ട് പെർസ്യൂ യുവർ പ്രീഒക്യുപ്പൈഡ് തോട്ട്സ്. ഓക്കെ. always pursue your dream no matter what's your present situation is. Okay. The mother was preoccupied with the memories of her dead son, which casted a shadow over her. Okay. It can be dangerous to pursue someone in a high speed chase. Okay. The last 2 weeks showed disquieting signs alle, SIGNS, signs, signs നോക്കിയ മീനിങ്ങേ മാറിപ്പോയി. ടൈപ്പോ ആയിരിക്കും, ബട്ട് മീനിങ്ങേ മാറിപ്പോയി. Signs of rising COVID cases. Yes. The sequel was anticipated a criminal perspective. The result was anticipated. അതാണ് ഉദ്ദേശിച്ചത്. Anticipated a criminal perspective. Okay. The climax of film Kurup gives us a hint of sequel of it. Okay. Our perspective in life is far more important than our liabilities. We should always pursue our dreams with perseverance and should not anticipate about the result. Great. Let's move to today's article, guys. അപ്പോൾ നമുക്ക് മതി, നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് everyone ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, നമുക്ക് 90-ൽ പരം ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. Show me some love and support, guys. Okay. I'm anticipating the sequel of Minnal Murali. Oh, you are. Yeah. I think most people are. I keep on preparing for competitive exams until I pursue my aim for government job. Okay. The sudden lockdown during COVID pandemic preoccupied his business. Okay. All right. ആ പ്രീഒക്യുപ്പൈഡ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ വരേണ്ടത്. ഇവിടെ അത് തെറ്റായില്ലേ സനൽ? അത് തെറ്റായല്ലോ. പ്രീഒക്യുപ്പൈഡ് വേർബ് ആയിട്ടല്ലോ ഉപയോഗിച്ചേക്കുന്നത്, അത് തെറ്റാ. The eclipse is equal to Stephanie Meyer's Twilight. Yes. Which portrays the world of vampires through the character of Edward and Isabella. Yes. Perspective of Carlyle deviated from old school of thoughts during the Renaissance era
in the history of Kerala. Yes. Okay, Binsi, that's okay. I'm happy to preoccupied. കാർത്തിക അവിടെ ഇങ്ങനെ ടു പ്രീഓക്യുപ്പൈഡ് 2+V1 ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റിക്കുകയും ചെയ്തു. 2+V1. പിന്നെ പ്രീഓക്യുപ്പൈ ഇസ് നോട്ട് എ വേർബ്, അത് വേറെ കാര്യം. വാട്ട് ബ്രൂഡിങ് എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരം ഉണ്ടാവുമെന്ന് ഞാൻ മീൻ ചെയ്തേ. മനസ്സിലായി, അത് മനസ്സിലായി. പക്ഷെ അവിടെ ആ പ്രീഓക്യുപ്പൈഡിൻ്റെ മീനിങ് കറക്റ്റ് അല്ല, അതാണ് പറഞ്ഞത്. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലെ ഇതാണ്. Everyone, let's start with that. Space for dreams. ഡ്രീംസിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. അപ്പോൾ ഇവിടെ പറയുന്ന സ്പേസ് എന്താണെന്ന് നോക്കിയോ. അണ്ടർ എ ന്യൂ ലീഡർഷിപ്പ് ISRO will need to continue innovation. Let's start. അപ്പോൾ പുതിയ ലീഡർഷിപ്പ് വന്നു. Let's read about it. അപ്പോൾ സ്പേസ് ഫോർ ഡ്രീംസ്. അപ്പോൾ പുതിയ ലീഡർഷിപ്പിനെ പറ്റി പറയണം. This year, the Harvest Festival brings a change at the helm for the Indian Space Research Organization, ISRO, with S. Somnath, who heads the Vikram Sarabhai Space Center, VSSC, at Thiruvananthapuram, taking over as its chairperson. He succeeds K. Shivan, who also came to head ISRO after having led the efforts at VSSC. Mr. Somnath is the third consecutive chairperson of ISRO to have a master's degree in engineering from the Institute of Science. അപ്പോൾ പഠിക്കാം, വായിക്കാം. അപ്പോൾ നമ്മൾ ISROയിലെ പുതിയ ചെയർമാനെ പറ്റി പറയുകയാണ്. അപ്പോൾ ഈ വർഷം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമുക്കൊരു വലിയൊരു ചേഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അറ്റ് ദ ഹെൽം എന്ന് പറയുമ്പോൾ അറ്റ് ദ ലീഡർഷിപ്പ് ഓഫ്, അല്ലേ? ഹെൽം എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല കപ്പിത്താൻ, ക്യാപ്റ്റൻസി, അതാണ് അർത്ഥം. ഹെൽം എന്ന് പറഞ്ഞ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ടോപ്പിൽ ലീഡർഷിപ്പ്, ക്യാപ്റ്റൻസി, ലീഡർഷിപ്പ് എന്നൊക്കെ പറയും. ഓഫ് ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ടോപ്പിൽ വന്നേക്കുന്നത് S. സോംനാഥ് ആണ്. ഓക്കെ, ഹു ഹെഡ്സ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. കേട്ടോ, നമുക്ക് വലിയൊരു സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. സോമനാഥ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ISROയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തെ VSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ ഇത് വന്നേക്കാണ്. പുള്ളിയാണ് ഹെഡ് ചെയ്തല്ലേ ചെയ്തേക്കുന്ന ചെയർപേഴ്സൺ. ഓക്കെ, അപ്പോൾ അയാളെ സക്സീഡ് ചെയ്ത ആരെയാണ്? K. ശിവനെയാണ്. അദ്ദേഹവും കെയിം ടു ഹെഡ് ISROയുടെ ഹെഡായി വന്നിരിക്കുന്നു. ഒരുപാട് എഫേർട്സ് ഉണ്ടായിരുന്നു. ലെറ്റ് ഹിസ് എഫേർട്ട് അറ്റ് VSSC. അതുപോലെ തന്നെ പിന്നെ ഈ സോംനാഥിന്റെ പ്രത്യേകത എന്താണ്? സോംനാഥ് തേർഡ് കോൺസിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ്. മൂന്നാമത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമതുള്ള ചെയർപേഴ്സൺ ഓഫ് ISRO ആണ്. വിത്ത് മൂന്നാമത്തെ ആളാണ്. ഇതിനു മുമ്പ് ഇയാൾക്ക് മുമ്പ് വന്ന 2 പേർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗിൽ. ഓക്കെ, അപ്പോൾ ഈ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്ന പോലെ ഇദ്ദേഹത്തിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് എഞ്ചിനീയറിംഗിന്. എവിടെ നിന്നാണ് കിട്ടിയത് എഞ്ചിനീയറിംഗ്? ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗിന് കിട്ടിയ മൂന്നാമത്തെ ആളാണ് ഈ സോംനാഥൻ. ഓക്കെ, ലെറ്റ്സ് മൂവ്. ദ ഓർഗനൈസേഷൻ ദസ് ഇഷ്യൂസ്, അതിൽ പുതിയതായിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഐഡിയ മാത്രം മതി. ദ ഓർഗനൈസേഷൻ ദറ്റ് സീസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ റീസെന്റ് ട്രെൻഡ് ഓഫ് ബീങ് ലെഡ് ബൈ എഞ്ചിനീയേഴ്സ്. ഇറ്റ് ഈസ് ടു ബി സന്തോഷമല്ല, എഞ്ചിനീയേഴ്സിനൊക്കെ വീട്ടുകാരുടെയൊക്കെ സന്തോഷം. ഇറ്റ് ഈസ് ടു ബി സീൻ ഇഫ് മിസ്റ്റർ സോംനാഥ് സ്പെഷ്യൽ എക്സ്പെർട്ടീസ് ഇൻ ലീഡിംഗ് ഇന്നോവേഷൻസ് ഇൻ റോക്കറ്റ് എഞ്ചിൻസ്. The cryogenic engine, for instance, will shape future developments at ISRO. If earlier, the Mars orbiter mission, which broke the records for expense by costing just rupees 7 per kilometer, and Chandrayaan-2 had kept anticipation high, the new chairperson will oversee the unfurling of the human space flight program, Gaganyaan. Another long-awaited mission is Aditya L1. This has morphed and grown into what? നോക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് എന്താണ്? ഇനി കോൺസിക്യൂട്ടീവ് ആയിട്ട് മൂന്നാമത്തെ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, റീസെന്റ് ട്രെൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, എഞ്ചിനീയേഴ്സ് ഹെഡ് ലീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലേ പറയും. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് എക്സ്പെർട്ടീസ്, അദ്ദേഹത്തിൻ്റെ കഴിവ്, സ്കിൽ എന്ന് പറയുന്നത് ഇന്നോവേഷൻസ് ആണ്. റോക്കറ്റ് എഞ്ചിൻസിൽ ഇന്നോവേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഇന്നോവേഷൻസ് ഇൻ റോക്കറ്റ് എഞ്ചിൻസ് ആണ്. എസ്പെഷ്യലി എന്തിനാണ്? ക്രയോജനിക് എഞ്ചിനാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ട? ആ ക്രയോജനിക് എഞ്ചിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് വിൽ ഷേപ്പ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് അറ്റ് ISRO. ISROയ്ക്ക് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ ഈ പറയുന്ന ക്രയോജനിക് എഞ്ചിൻസിന് പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഏർലിയർ കാര്യം എടുക്കണം. ഇഫ് ഏർലിയർ മാസ് ഓർബിറ്റർ മിഷൻ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, വിച്ച് ബ്രോക്ക് ദ റെക്കോർഡ്സ്. എക്സ്പെൻസ് ആകെ വെറും 7 രൂപയാണ് പെർ കിലോമീറ്ററിനുള്ള രീതിയിൽ കോസ്റ്റ് ചെയ്തത്. Chandrayaan-2 എടുത്തു, അതിലൊരെടുത്തു. ആൻഡ് അതിലാണെങ്കിലും നമ്മൾ ആൻറ്റിസിപ്പേഷൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒന്ന് ഓർബിറ്റർ മിഷൻ, സ്പേസിൽ നമ്മൾ ഒരുപാട് കാര്യം ഓർത്ത് വെക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഇതിനെപ്പറ്റി നമുക്ക് പറയാം, ISROയിലെ നേട്ടത്തെ പറ്റി നമുക്ക് ആലോചിച്ച് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ന്യൂ ചെയർപേഴ്സൺ നോക്കും പുതിയ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമായ ഗഗൻയാനിലോട്ട് ഉള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ,
ആൻഡ് ദെൻ വേറെ ലോങ് അവൈറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാം നമുക്ക് വരുന്നുണ്ട്, ആദിത്യ L1 എന്ന് പറയുന്നൊരു മിഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചേഞ്ച്, മോർഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ദിസ് ഹാസ് ചേഞ്ച് ആൻഡ് ഗ്രോൺ ഇൻ ടു അല്ലെ, മോർഫിംഗ്, മെറ്റമോർഫസിസ്, മോർഫിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, രൂപമാറ്റം അല്ലെ, ഇവല്യൂഷൻ, ഇവോൾവ്ഡ് evolved and grown into what will be India's grandest investment. അപ്പോൾ ഇത് എന്തിനൊക്കെ കാരണമോ, ഇറ്റ് വിൽ ബി ഇന്ത്യസ് ഗ്രാൻഡസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്പേസ് ഡെഡിക്കേറ്റഡ് ടു സയൻസ്, സ്പെഷ്യലി സോളാർ ഫിസിക്സ്. ദ എയിം to take a space observatory to the Lagrangian point 1 L1 to study the sun offers yet another frontier for ISRO to breach. അപ്പോൾ നോക്കിയേ, നമ്മുടെ ISROയെ സംബന്ധിച്ച് ബ്രീച്ച് ചെയ്യുന്ന ഇവിടെ അർത്ഥം വയലേറ്റ് ചെയ്യാന്നല്ല, ബ്രേക്ക് ചെയ്യുക, ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ഒരു അച്ചീവ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ഗ്രാൻഡസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. സ്പേസിൽ നമ്മൾ ഗ്രാൻഡസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എസ്പെഷ്യലി ഏത് ഫീൽഡിലാണ്, സോളാർ ഫിസിക്സിന്റെ ഫീൽഡിൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനി ഇപ്പം പറയാണ്, ടു സ്റ്റഡി സണ്ണിനെ പറ്റി പഠിക്കാൻ വേണ്ടി, അതല്ല സോളാർ ഫിസിക്സ് നോക്കുക, സണ്ണിനെ പറ്റി പഠിക്കാനുള്ള ഈ ഒരു മിഷൻ നമ്മൾ ഇതാക്കുമ്പോൾ, ഒരു ഒബ്സർവേറ്ററി നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അനദർ ഫ്രോണ്ടിയർ ആണ്. നമ്മളൊരു പുതിയൊരു സ്കോപ്പാണ് തുറന്നു വരുന്നത്. ISRO പുതിയ സ്കോപ്പ് തുറക്കുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് സംതിങ് ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് നോക്കാം. മിസ്റ്റർ സോമനാഥ് വിൽ ഓൾസോ ലീഡ് എ ട്രാൻസിഷൻ in the stance of ISRO towards privatization. Until a few years ago, ISRO had remained largely preoccupied with deriving socio-economic benefits from space technology and applications that were used by Government of India and some international collaborations. Of course, these ventures had a strong, അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്. അപ്പോൾ സോമനാഥിൻ്റെ ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ കൊണ്ടുവരാം, ഒരുപാട് ട്രാൻസിഷന് കാരണമാകാം, ചേഞ്ചിന് കാരണമാകാം, ട്രാൻസിഷൻ, ചേഞ്ച്, ഒരു കൺവേർഷന് കാരണമാകാം. ഇൻ ദ സ്റ്റാൻഡ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ISROയുടെ ആറ്റിറ്റ്യൂഡ്, അപ്രോച്ചിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഇത് കാരണമാകും. ടുവേർഡ്സ് പ്രൈവറ്റൈസേഷനോടുള്ള നമ്മുടെ ഒരു ചിന്താഗതിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ പറയുന്ന സോമനാഥിൻ്റെ ലീഡർഷിപ്പ് കാരണമാകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്യൂ ഇയേഴ്സ് എഗോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നിങ്ങളൊന്ന് ആലോചിച്ച് അതുവരെ നമ്മൾ ആലോചിച്ച് പോകുകയാണെങ്കിൽ ISRO എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരുന്നു, സോഷ്യോ ഇക്കണോമിക് ബെനിഫിറ്റ്സുമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇത് ചെയ്യുമായിരുന്നു, പ്രീഒക്കുപൈഡ് ചെയ്തിരിക്കുമായിരുന്നു. സ്പേസ് ടെക്നോളജിയുടെ കാര്യം എടുത്തോ, അതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തോ, എവിടുന്ന് ഇത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും മറ്റ് ഇൻ്റർനാഷണൽ കൊളാബറേഷനിൽ നിന്നുമാണ് നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരുന്നത്, അസിസ്റ്റൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര നാളും അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. ഒന്നുകിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ട് വേണം, ആപ്ലിക്കേഷൻ വേണം, അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജിയുടെ ബെനിഫിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ കൊണ്ടാണ്. അപ്പോൾ ഇനി അത് കുറച്ചുകൂടി ഒരു ഹെൽപ്ഫുൾ ആവും, ഡോർസ് തുറന്നു വരും, പ്രൈവറ്റൈസേഷൻ്റെ ഡോർസ് തുറന്നു വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി കൂടി വരും എന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് ദീസ് വെഞ്ചേഴ്സ് ഹാഡ് എ സ്ട്രോങ് ഇൻഡസ്ട്രി പാർട്ടിസിപ്പേഷൻ, ഒരുപാട് ഇൻഡസ്ട്രി പാർട്ടിസിപ്പേഷൻ ഇതിനുണ്ട്. ബട്ട് പ്രൈവറ്റൈസേഷൻ റിഫോം ഹാവ് ബീൻ പെർസ്യൂഡ് ഹാർഡ്ലി റീസെൻ്റ്ലി. The first announcement came in 2019 with the New Space India Limited NSIL being floated in March, and the commercial arm of ISRO was more firmly established. Apart from building and launching satellites, the company will provide launch services, build customized launch vehicles, provide services of Earth observation and communication through satellites, and also transfer technology to Indian industry. As a sequel to the establishment of NSIL, came to the announcement of the creation of Indian National Space. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആവും, പ്രൈവറ്റൈസേഷൻ കാരണം. ബട്ട് പ്രൈവറ്റൈസേഷന് ഒരുപാട് റിഫോംസ് ചെയ്യേണ്ട കാര്യം, ഒരുപാട് റിഫോംസ് ഫോളോ ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട് ഈയിടെയായിട്ട്. ഒരുപാട് ഈ ഇടകളായിട്ട് ഈ കാലഘട്ടമായിട്ട് പ്രൈവറ്റൈസേഷൻ ഒരുപാട് പ്രൈവറ്റൈസേഷൻ റിഫോംസ് ഒരുപാട് ഫോളോ ആയിട്ടുണ്ട്, ആലോചിച്ച് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, പ്രൈവറ്റൈസേഷനെ ബന്ധപ്പെട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നത് 2019 ഓർത്ത് വെച്ചോണേ. ആദ്യത്തെ അനൗൺസ്മെൻറ്റ് വന്നത് 2019 അവിടെ നമ്മൾ ആരിൽ നിന്നാണ് വരുന്നത്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL എന്നുള്ളവർ വരുന്നു മാർച്ചിൽ. ഓക്കെ, ഫ്ലോട്ട് ചെയ്ത് വരും. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ദേ ആർ ഇൻ ദിസ് ഫേസ്, മുങ്ങിപ്പോകാതെ അങ്ങനെ അവിടെ നിൽക്കുന്നു, അതാണ് ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്. ഓക്കെ, അർത്ഥം. ആൻഡ് ഈ കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO ഒരു ഫേംലി എസ്റ്റാബ്ലിഷ് ചെയ്ത് 2019 അപ്പോൾ ഇവരുടെ ഒരു കൊളാബറേഷനോട് സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ആ പ്രൈവറ്റ് കമ്പനി വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫേം ഗ്രിപ്പ് കിട്ടുന്നു 2019.
അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്യുക, സാറ്റലൈറ്റ്സ് ബിൽഡ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക എന്ന് മാത്രമല്ല, വേറെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ബിൽഡിംഗ് ആൻഡ് ലോഞ്ചിങ് സാറ്റലൈറ്റ്സ്, ബിൽഡ് ചെയ്യുന്നതോടുകൂടെ അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതോടുകൂടെ തന്നെ കമ്പനി എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യും? ലോഞ്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിൽഡ് കസ്റ്റമൈസ്ഡ് ലോഞ്ച് വെഹിക്കിൾസ്, കസ്റ്റമൈസ്ഡ് ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് സർവീസസ് ഓഫ് എർത്ത് ഒബ്സർവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എർത്തിനെ ഒബ്സർവ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാറ്റലൈറ്റ്സിലൂടെയുള്ള പ്രൊവിഷൻ ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടെക്നോളജി ടു ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് പ്രൈവറ്റൈസേഷൻ കൊണ്ട് വരും. അപ്പോൾ ഫണ്ട് നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യം ഗുണമുണ്ട്. അപ്പം ആസ് എ സീക്വൽ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NSL ഔട്ട്കം, അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് NSIL-ന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം അതിൻ്റെ ഔട്ട്കം ആയിട്ട് there came the announcement of the creation of Indian National Space Promotion and Authorization Center. അതിനുശേഷം ഔട്ട്കം ആയിട്ട് അതിൻ്റെ റിസൾട്ട് ആയിട്ട് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെന്റർ വരുന്നു ജൂൺ 2020. ഓക്കെ. A channel through which non-governmental private enterprises can carry out space activities. The country's imagination to get up to speed with other competing nations would be put to the test under the new leadership. ISRO and its sister organizations have much to offer in the form of spin-offs and technology transfer. Underlying these questions is anticipation which stems from the very nature of space science. It not only contributes to immense learning and perspective, but also unfolds a very horizon, enhancing universal feelings of oneness. അപ്പോൾ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ ലീഡർഷിപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് എന്റർപ്രൈസസ് വരുന്നു, ഓണ്ടർപ്രണേഴ്സ് വരുമ്പോൾ, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സ് വരുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പേസ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കിട്ടുകയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ലിമിറ്റഡ് അല്ല, വി ഹാവ് റിസോഴ്സസ്, വി ഹാവ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, നമ്മുടേതായ രീതിയിൽ തുടങ്ങാൻ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ കൺട്രിയുടെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിലോട്ട് നമ്മൾ ആവിഷ്കരിക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. ആൻഡ് അതിലൊരു പുതിയ ലീഡർഷിപ്പിലൂടെ വരുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പുതിയൊരു ലീഡർഷിപ്പിലോട്ട് വരികയാണ്. പുട്ട് ടു ടെസ്റ്റ്, വി ആർ ഗോയിങ് ടു അനലൈസ് ദാറ്റ്. അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. നമ്മൾ എത്ര നല്ലതാണ്, എത്ര ഗുഡ് ആണെന്നുള്ള നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ് ഈ പുതിയ ലീഡർഷിപ്പിലൂടെ. പുട്ട് ടു ദ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ISROയും മറ്റ് സിസ്റ്റർ ഓർഗനൈസേഷനും കൂടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പുതിയ ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഒരുക്കുന്നുണ്ട്, പുതിയ പ്രൊവിഷൻസ് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ താഴെയായിട്ട് നമ്മൾ ഓർക്കുക, വി ഹാവ് ആൻ ആൻറ്റിസിപ്പേഷൻ, എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്പേസ് സയൻസിൽ തന്നെ വരാൻ പോകുന്ന മാറ്റത്തെ പറ്റിയുള്ള ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ വെറും ഇമ്മൻസ് ലേണിംഗ് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കുന്നത്, ഒരുപാട് ലേണിംഗ് പോസിബിലിറ്റീസ്, പഠനം മാത്രമല്ല വരുന്നത്. ആൻഡ് ഈ പറയുന്ന ഇമ്മൻസ് ലേണിംഗ് മാത്രമല്ല, അതിനോടൊപ്പം നോക്കിയേ നമ്മുടെ അപ്രോച്ച്, ഓക്കെ, ആൻഡ് അപ്രോച്ചിനെ പറ്റിയും ലേണിങ്ങിനെ പറ്റിയുള്ള ഇത് മാത്രമല്ല, നമ്മുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് പ്രൊവിഷൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. പുതിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരുപാട് അൺഫോൾഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഓപ്പൺ അപ്പ് ന്യൂ ഹൊറൈസൺ, പുതിയ ഹൊറൈസൺ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ എല്ലാം യൂണിവേഴ്സൽ ഫീലിംഗ് ഓഫ് വൺനെസ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഇതായിട്ട് മാറിക്കില്ല, എല്ലാവരുടെയും കൂടെ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലോട്ട് വരുന്നു നമ്മൾ. സോ ആ ഒരു യൂണിറ്റി ഇതിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സ്പേസ് റിസർച്ച് സെൻറ്ററിലൂടെ പറ്റുമെന്ന് പറയുന്നു. വിത്ത് എ ന്യൂ ഹെൽംസ്മാൻ, നമ്മുടെ പുതിയ ലീഡർഷിപ്പിലൂടെ, പുതിയ ക്യാപ്റ്റൻസിയോടെ നമുക്ക് പറ്റുമെന്നുള്ളൊരു വളരെ ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു എസ്സേ ആണ്. എസ്സേ അല്ല, ഇറ്റ്സ് എൻ ആർട്ടിക്കിൾ. ആൻഡ് ഇതൊരു അനലിറ്റിക്കലാണ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആസ് വെൽ, അല്ലേ? കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് സജസ്റ്റീവ് അല്ലെങ്കിൽ ആർഗ്യുമെന്റേറ്റീവ് അല്ല, കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എസ്സേ ആണ്, ആർട്ടിക്കിളാണ്. ടോൺ മനസ്സിലായോ? ഇവാലുവേറ്റീവ് എന്ന് പറയാം. അനലിറ്റിക്കൽ ഓൾറെഡി ഇവാലുവേറ്റീവ് ഉണ്ടല്ലോ, സോ ഇവാലുവേറ്റീവ് എന്ന് അതിൽ പറയണ്ട, അതിൽ ഓൾറെഡി അനലിറ്റിക്കൽ ഇവാലുവേഷൻ ഉണ്ട്. സോ അതുകൊണ്ടല്ല അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. സോ അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പോയിന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെങ്കിൽ തംസപ്പ് ഇട്ടോ. വൺനെസ് എന്ന് പറഞ്ഞാൽ ഒരുമ, യൂണിറ്റി, ഫീലിങ്സ് ഓഫ് ഹാർമണി, യൂണിറ്റി, വൺനെസ്, അതാണ്. ഓക്കെ, all right, great. Okay,
ഇല്ലില്ല. ഓൾ ഇസ് വെൽ അത് നമ്മൾ ടീച്ചേഴ്സിനോട് ആരെങ്കിലും ചോദിക്കുക. പെയ്ഡ് സ്റ്റുഡൻ്റ് അല്ലേ 10th പ്രിലിംസിൻ്റെ. പെയ്ഡ് സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇപ്പം ഞാൻ ലിങ്ക് ചെയ്ത് എല്ലാവർക്കും കിട്ടൂലേ ലിങ്ക്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പെയ്ഡ് സ്റ്റുഡൻസും അല്ലാത്ത കുട്ടികളെല്ലാം ജോയിൻ ചെയ്യൂലേ. സോ അങ്ങനെയല്ല, ദാറ്റ്സ് നോട്ട് ജസ്റ്റിസ് അല്ലേ, അത് തെറ്റാണ്, ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, ഏതെങ്കിലും ടീച്ചേഴ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ, അപ്പോൾ അവർ നിങ്ങൾക്ക് അതിന് തരും കേട്ടോ. ഓക്കെ, ക്ലിയർ. മൂവിങ് ഓൺ ടു നമ്മുടെ 10th പ്രിലിംസിൽ ടീച്ചേഴ്സിനോട് ക്ലാസ്സിൽ സമയത്ത് പറയാം, ടെലിഗ്രാം ആയിട്ട് തരാൻ പറയാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ആഡ് ചെയ്യാൻ പറയാം. ഓൾ ഇസ് വെൽ. ഓക്കെ, യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്പോട്ട് ദ റിക്വസ്റ്റ്. ഇന്നലത്തെ നാറ്റോ നീഡ്സ് warn Putin against any European adventure and also calm his nerves. എന്താണ് ഇവിടുത്തെ ആൻസർ പറയൂ? ആൻസർ പറയൂ. ഒരു കാര്യം ചെയ്തു, ഓൾ ഇസ് വെൽ എനിക്കൊരു മെയിൽ അയച്ചോ, ഞാനത് തരാലോ. എനിക്കൊരു മെയിൽ അയച്ചു, എന്ത് ലെറ്റ്സ് ടോക്ക്. ഓക്കെ, അപ്പോൾ ഞാനത് തരാം. ഇത് എൻ്റെ മെയിൽ ID, എൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ആണ്. ഇതിലോട്ട് എനിക്കൊരു മെയിൽ അയച്ചു കേട്ടോ, ഓൾ ഇസ് വെൽ. അപ്പോൾ നമുക്ക് ആ പരിപാടി ക്ലോസ് ആക്കി ഇന്ന് തന്നെ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, എന്താണ് ആൻസർ വരേണ്ടത് ഇവിടെ? യാ, നീഡ് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മെയിൻ വേർബ് ആയിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെയിൻ വേർബ് ആയിട്ട് നാറ്റോ എന്ന് പറയുന്ന സബ്ജക്റ്റ്, നീഡ് ഇവിടുത്തെ മെയിൻ വേർബ് ആയിട്ട് നീഡ് ഉപയോഗിച്ചാൽ അല്ലേ, നീഡ് മെയിൻ വേർബ് ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വരണം? അതിന് ശേഷം എന്ത് വരണം? 2+V1 വരണം, നിർബന്ധമായ റൂള്. നീഡ് ഓക്സിലറി വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, നീഡ് മോഡൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം V1 വരണം. ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത്? നീഡ് മെയിൻ വേർബാ. മോഡൽ ആയിരുന്നെങ്കിൽ S വരില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വെറും വോണ് മതിയോ? വെറും വോണ് തെറ്റാണ്, 2 വോണ് വേണം കേട്ടോ. വെറും വോണ് തെറ്റാണ്, V1 തെറ്റാണ്, 2+V1. അവിടെ ഒരു ഇൻഫിനിറ്റീവ് ആണ് വേണ്ടത്. 2+V1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻ ഇൻഫിനിറ്റീവ്. ക്ലിയർ? മസ്റ്റ് വോൺ അല്ല, നാറ്റോ മസ്റ്റ് വോൺ അല്ല, എബില അങ്ങനെ വരില്ല. നാറ്റോ നീഡ്സ് ടു വോൺ പുട്ടിൻ അഗൻസ്റ്റ്, ആവശ്യമുണ്ട്. NATO needs to warn Putin against any European misadventure and also calm his nerves. അങ്ങനെയാണ് കേട്ടോ. ക്ലിയർ? മൂവിങ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. Supreme Court, SC should restrain political parties of using any lapse in PM security for poll propaganda. Supreme Court should refrain political parties of using any lapse in PM security for poll propaganda. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ വാർണിംഗ് വരില്ല, വാർണിംഗ് വരില്ല, അത് തെറ്റാ. യെസ് പിങ്മാൻ, യെസ് ഇറ്റ് ഇസ്, വാർണിംഗ് വരില്ല. യെസ്, ഓക്കെ. അപ്പം നമുക്ക് നേരെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ആൻഡ് ഗിവ് മീ യുവർ ആൻസർ ഇൻ ദ കോമെന്റ് സെഷൻ കേട്ടോ. കോമെന്റ് സെഷനിൽ ആൻസർ തരിക. താങ്ക് യു സോ മച്ച് എവറി വൺ. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ID, ഞാൻ ഓൾറെഡി കോമെന്റ് ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കേരള PSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ജോയിൻ ചെയ്യുക, ബി എ പാർട്ട് ഓഫ് എ ഫാമിലി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു. റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നാളെ സാറ്റർഡേ ആണ്, നാളെ രാവിലെ എഡിറ്റോറിയൽ ഇല്ല. മൺഡേ ടു ഫ്രൈഡേ ആണ് ഉള്ളത് കേട്ടോ, 9 to 10. അതുകൊണ്ട് നാളെ ഇല്ല, നാളെ സാറ്റർഡേ ആണ്, അപ്പോൾ നാളെ ഇല്ല. പക്ഷേ നാളെ എനിക്ക് 7 o'clock ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ സ്പെഷ്യൽ ഒരു സെഷൻ ഉണ്ട്. നമ്മുടെ ടാക്ടിക് സീരീസിലെ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ വരുന്നുണ്ട് കേട്ടോ, വീഡിയോ വരുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം, സജഷൻസ് പോസ്റ്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ഐ ഗിവ് യു ദ റിപ്ലൈ. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ. അതുപോലെ തന്നെ എഡ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. സോ സ്റ്റേ കണക്റ്റഡ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:45 12:45 നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിനെ പറ്റി. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് പേപ്പർ, ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് പേപ്പറിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെബിനാർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനും റീമ മിസ്സും ഉണ്ടാവും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു അനാലിസിസ് തരുന്നു, പറഞ്ഞു തരാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. വരിക 12:45 സമയമുണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ റെക്കോർഡായാലും കാണുക. സീ യു ദെൻ. So bye-bye. Take care everyone. Bye-bye. Again, enjoy the day, but stay safe and healthy.